നാരായണ. ഹരി ഓം. ഓം. ശ്രീകൃഷ്ണ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം. അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഓം അസ്മദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. ജ്ഞാനാനന്ദമയം ദേവം നിർമ്മലസ്ഫടികാകൃതിം ആധാരം സർവവിദ്യാനാം ഹയഗ്രീവമുപാസ്മഹേ. ഓം ശ്രീ ഹയഗ്രീവമൂർത്തയേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം ശ്രീ മഹാസരസ്വത്यै നമഃ. ഉമാകോമളഹസ്താബ്ജസംഭാവിതലലാടകം ഹിരണ്യകുണ്ഡലം വന്ദേ കുമാരം പുഷ്കരസ്രജം. ഓം വെട്രിവേൽ മുരുകനുക്ക് ഹരോഹര. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര. രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. സായങ്കാലേ വനാന്തേ കുസുമിത സമയേ സൈകതേ ചന്ദ്രികായാം. ത്രൈലോക്യാകർഷണാംഗം സുരവരഗണികാമോഹനാഭംഗമൂർത്തിം. സേവ്യം ശൃംഗാരഭാവൈഃ നവരസഭരിതൈഃ ഗോപകന്യാസഹസ്രൈഃ. വന്ദേഹം രാസകേളീരതമതിസുഭഗം വശ്യഗോപാലകൃഷ്ണം. ആനീലശ്ലക്ഷ്ണകേശം ജ്വലിതമകരസൽക്കുണ്ടലം മന്ദഹാസസ്യന്താർദ്രം
കൗസ്തുഭശ്രീപരിഗതവനമാലോരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹും മൃദുലസദുദരം കഞ്ചനഛായചേലം ചാരുസ്നിഗ്ധോരുമംബോരുഹലളിതപദം ഭാവയേഹം ഭവന്തം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മോക്ഷാബ്ദിസാരമയ ഭാഗവതാഖ്യദധ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഗ പരിതപ്ത ജനായ യോദാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. ഗംഗാഗീതാ ച ഗായത്ര്യപി ച തുളസികാ ഗോപികാ ചന്ദനം തത സാളഗ്രാമാഭി പൂജ പരപുരുഷ തഥൈകാദശീ നാമവർണാഃ ഏതാന്യഷ്ടാപ്യയത്നാന്യൈകലിസമയേ ത്വൽപ്രസാദ പ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിദദുർഷയഃ തേഷു മാം സജ്ജയേതാഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നാരായണ നാരായണ. ഹരി ഓം നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. ഹരി ഓം. നെറ്റ്വർക്ക് ശരിയായിട്ടൊന്നുമില്ല അല്ലേ, ഇടയ്ക്കിടയ്ക്ക് പ്രോബ്ലം തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇരിക്കട്ടെ, നമുക്കിത് വെച്ച് മാനേജ് ചെയ്യാം. നാരായണീയ ആസ്വാദന പരമ്പരയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ 88-ാം ദശകമാണ് കാണാനിരിക്കുന്നത്. ഇന്നലെ 87-ാം ദശകത്തിൽ കുചേലവൃത്തം അഥവാ കുചേലോപാഖ്യാനം ഒരുവിധം കണ്ടു. ഇന്ന് 88-ാം ദശകത്തിൽ ഏറ്റവും പ്രധാന വിഷയം സന്താന ഗോപാലം. 6 ശ്ലോകങ്ങളിൽ മറ്റ് വിഷയങ്ങളുണ്ട്. ആദ്യത്തെ ശ്ലോകം ദേവകി ദേവിക്കായിക്കൊണ്ട് മുമ്പ് മരിച്ചുപോയ കൃഷ്ണൻ്റെ ജ്യേഷ്ഠന്മാരായി ജനിച്ച് മരിച്ചുപോയ 6 കുട്ടികളെ കൊണ്ടുവന്ന് കൊടുത്ത് അമ്മയ്ക്ക് സന്തോഷം കൊടുക്കുന്നതായിട്ടുള്ള ആ ഒരു കഥാഭാഗവും,
അതുപോലെ ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാൻ മിഥിലാപുരിയിലേക്ക് എഴുന്നള്ളുന്നുണ്ട്. ഒരു ബ്രാഹ്മണൻ ശ്രുതദേവൻ എന്ന് പറഞ്ഞ ഒരു മഹാത്മാവ് ഭഗവത് ഭക്തനാണ്. അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലേക്കും അതേസമയം തന്നെ മിഥിലയിലെ രാജാവ് ബഹുളാശ്വൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്കും ഒരേ സമയം ഭഗവാൻ പോകുന്നു, 2 മൂർത്തികൾ എടുത്തുകൊണ്ട്. അതൊരു കഥയുണ്ട്. അപ്പോൾ ആ കഥയും അതോടൊപ്പം തന്നെ പിന്നെ സന്താനഗോപാലം എന്നുള്ളതായിട്ടുള്ള കഥയുമാണ് ഇതിൽ പ്രധാനം. പിന്നെ അവസാനം ഏകാദശ സ്കന്ധത്തിലുള്ള വസുദേവ നാരദ സംവാദം, ഭഗവത് ഉദ്ധവ സംവാദം, അതിൻ്റെയൊക്കെ ചില സൂചനകളും കൂടി തന്നുകൊണ്ട് ശ്രീകൃഷ്ണ അവതാര കഥകളെ ഉപസംഹരിക്കുന്ന ഒരു അധ്യായം കൂടിയാണിത്. ഭഗവാന്റെ അവതാര കഥകളെ ഉപസംഹരിക്കുകയാണ്. ദശമസ്കന്ധത്തിലെ 90 അധ്യായങ്ങളുടെ സാരം ഉപസംഹരിക്കുകയാണ് ഇവിടെ. ദശമസ്കന്ധത്തിൽ പിന്നെയും ചില കഥകളുണ്ട്. അത് പിന്നീടൊരു അധ്യായത്തിൽ പറയുന്നുണ്ട്. അത് മറ്റേ ത്രിമൂർത്തികളിൽ ആരാണ് ഏറ്റവും ഉപാസനയ്ക്ക് യോഗ്യനായിരിക്കുന്നത് എന്ന് എന്താ പറയുക, കണ്ടുപിടിക്കാനുള്ള മഹർഷിമാരുടെ ഒരു പരീക്ഷണം, ഭൃഗുവിൻ്റെ പരീക്ഷണം, അതൊക്കെയാണ് പിന്നീട് വരുന്നത്. അപ്പോൾ കൃഷ്ണാവതാര ചരിതം ഈ ഒരു അധ്യായത്തിൽ, ഈ ഒരു ദശകത്തോടു കൂടി സമർപ്പിക്കുകയാണ്. ഇതിൽ 12 ശ്ലോകങ്ങളുണ്ട് ഈ ദശകത്തിൽ. നമുക്കിന്ന് ആവുന്നത്ര കാണാം. എന്തായാലും ആദ്യം ഒന്ന് വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമന്നാരായണീയം ദശകം 88, സന്താനഗോപാലവും മറ്റ് അനുബന്ധ കഥകളും. പ്രാഗേവാചാര്യപുത്രാഹൃതി നിശമനയാ സ്वीय षट्सूनुवीक्षां काङ्क्षन्द्या मातुरुक्त्या सुतलभुवि बलिं प्राप्य तेनार्पिदांस्त्वं धातुशाबात् हिरण्यान्वितकशिपु भवान् शौरिजान् कंसभग्नान् आनीयैनान् प्रदर्श्य स्वपदमनयदाः पूर्वपुत्रान् मरीजेः श्रुतदेव इति श्रुतं द्विजेन्द्रं बहुलाश्वं नृपतिं च भक्तिपूर्णं युगपत्वमनुग्रहीतु कामो मिथिलां प्रापित तापसैः समेतः गच्छन् द्विमूर्तिरुभयोर्युगपन्निकेतम् एकेन भूरिविभवैर्विहितोपचारः अन्येन तद्दिनभृतैश्च फलौदनाद्यैः तुल्यं प्रसेदित ददाद च मुक्तिमाभ्याम् भूयो तद्वारवत्यां द्विजतनयमृतिं तत्प्रलापानपि त्वं को वा दैवं निरुन्ध्यात् इति किल कथयन् विश्ववोडाप्यसोडाः जिष्णोर्गर्वं विनेतुं त्वयि मनुजधिया कुण्डितां चास्य बुद्धिं तत्त्वारूढां विधातुं परमतमपदप्रेक्षणेनेति मन्ये नष्टा अष्टास्य पुत्राः पुनरपि तव तूपेक्षया कष्टवादः स्पष्टो जातो जनानाम् अध तदवसरे द्वारकाम् आरपार्तः मैत्र्या तत्रोषितोऽसौ नवमसुतमृतौ विप्रवर्यप्ररोदम् श्रुत्वा चक्रे प्रतिज्ञाम् अनुबहृतसुतः सन्निवेक्ष्ये कृशानुम् मानी सत्त्वाम् अपृष्ट्वा द्विजनिलयगतो बाणजालैर्महास्त्रैः रुन्दानः सूतिगेहम्
പുനരപി സഹസാ ദൃഷ്ടനഷ്ടേ കുമാരേ യാം യാം ഐന്ദ്രീം തദാന്യാഃ സുരവരനഗരീഃ വിദ്യയാ സാധ്യ സദ്യോ മോഗാദ്യോഗഃ പതിഷ്യൻ ഹുതഭുജി ഭവതാ സസ്മിതം വാരിതോഭൂത്. മോഗോദ്യോഗഃ പതിഷ്യൻ ഹുതഭുജി ഭവതാ സസ്മിതം വാരിതോഭൂത്. സാർദ്ധം തേന പ്രതീചീം ദിശമതിജ വിനാശ്യന്തനേനാഭിയാതോ ലോകാലോകം വ്യതീതസ്തിമിരപരമധോ ചക്രധാമ്നാ നിരുന്ദന്ന ചക്രാം ശുക്ലിഷ്ടദൃഷ്ടിം സ്ഥിതമത വിജയം പശ്യ പശ്യേതി വാരാം പാരേ ത്വം പ്രാദദർശഃ കിമഭി തമസാം ദൂരദൂരം പദം തേ. തത്രാസീനം ഭുജംഗാദിവശയനതലേ ദിവ്യഭൂഷായുധാദ്യൈഃ ആവീതം പീതചേലം പ്രതിനവജലധശ്യാമളം ശ്രീമദംഗം മൂർത്തീനാം ഈശിതാരം പരമിഹ തിസൃണാം ഏകമർത്ഥം ശ്രുതീനാം ത്വാമേവ ത്വം പരാത്മൻ പ്രിയസഖസഹിതോ നേമിത ക്ഷേമരൂപം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യുവാം മാമേവ ദ്വാവധിക വിവൃതാന്തർഹിതതയാ വിഭിന്നൗ സന്ദ്രഷ്ടും സ്വയമഹമഹാർഷം ദ്വിജസുതാൻ നയേതം ദ്രാഗേതാൻ ഇതി ഖലു വിധീർണാൻ പുനരമൂൻ ദ്വിജായാദായാദാഃ പ്രണുതമഹിമാ പാണ്ഡുജനുഷാ. ഏവം നാനാവിഹാരൈർ ജഗദഭിരമയൻ വൃഷ്ണിവംശം പ്രപുഷ്ണൻ ഈജാനോ യജ്ഞഭേദൈഃ അതുലവിഹൃതിഭിഃ പ്രീണയൻ ഏണനേത്രാഃ ഭൂഭാരക്ഷേപദംഭാത് പദകമലജുഷാം മോക്ഷണായാവതീർണഃ പൂർണം ബ്രഹ്മൈവ സാക്ഷാത് യദുഷു മനുജദാരുഷിതസ്ത്വം വ്യലാസീ. പ്രായേണ ദ്വാരവത്യാം അവൃതദയി തദാ നാരദസ്ത്വദ്രസാർദ്രസ്തസ്മാദ് ലേഭേ കദാചിത് ഖലു സുഹൃദനിധിഃ ത്വൽപിതാ തത്വബോധം. ഭക്താനാമഗ്രയായി സ ച ഖലു മതിമാൻ ഉദ്ധവസ്ത്വത്ത ഏവ പ്രാപ്തോ വിജ്ഞാനസാരം സ കില ജനഹിതായാധുനാസ്തേ ബദര്യാം. സോയം കൃഷ്ണാവതാരോ ജയതി തവ വിഭോ യത്ര സൗഹാർദ്ദഭീതി സ്നേഹ ദ്വേഷാനുരാഗ പ്രഭൃതിഭിരതുലൈഃ ആശ്രമൈർയോഗഭേദൈഃ ആർത്തിം തീർത്വാ സമസ്താം അമൃതപദമഗുഃ സർവതഃ സർവലോകാഃ സത്വം വിശ്വാർത്തിശാന്ത്यै പവനപുരപതേ ഭക്തിപൂർത്യൈ ച ഭൂയാഃ. സോയം കൃഷ്ണാവതാരോ ജയതി തവ വിഭോ യത്ര സൗഹാർദ്ദഭീതി സ്നേഹദ്വേഷാനുരാഗ പ്രഭൃതിഭിരതുലൈഃ ആശ്രമൈർയോഗഭേദൈഃ ആർത്തിം തീർത്വാ സമസ്താം അമൃതപദമഗുഃ സർവതഃ സർവലോകാഃ സത്വം വിശ്വാർത്തിശാന്ത്यै
പവനപുരപതേ ഭക്തിപൂർത്യൈ ച ഭൂയാഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ. ഹരേ നാരായണ. ഇപ്പോൾ ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 85-ാം അധ്യായം മുതൽക്ക് 90 വരെയുള്ള അധ്യായങ്ങളെ ഒന്നങ്ങട് ചുരുക്കിയിട്ടുള്ളൊരു ദശകമാണ് 88-ാം ദശകം. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ശ്ലോകം അമ്മയെ, ദേവകീ ദേവിയെ അനുഗ്രഹിച്ച കഥയാണ്. ശ്ലോകം ഒന്നുകൂടെ വായിച്ചിട്ട് നമുക്ക് നോക്കാം. പ്രാഗേവാചാര്യപുത്രാഹൃതി നിശമനയാ സ്वीय षट्सूनु वीक्षां कांक्षन्द्या मातुरुक्त्या सुतलभुवि बलिं प्राप्य तेनार्पितान् त्वं दादुश्शापाद् हिरण्यान्वितकशिपुभवान् शौरिजान् कंसभग्नान् आनीयैनान् प्रदर्श्य स्वपदमनयदाः पूर्वपुत्रान् मरीजेः स्वीय षट्सूनु वीक्षां कांक्षन्द्या मातुरुक्त्या सुतलभुवि बलिं प्राप्य तेनार्पितान् त्वं दादुश्शापाद् हिरण्यान्वितकशिपुभवान् शौरिजान् कंसभग्नान् आनीयैनान् प्रदर्श्य स्वपदमनयदाः पूर्वपुत्रान् मरीजेः. നാരായണ. ഇവിടെ കുചേലോപാഖ്യാനം കഴിഞ്ഞ് പിന്നെയാണ് നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിൽ സമന്ത പഞ്ചകം എന്ന തീർത്ഥസ്ഥാനത്തിലേക്ക്, കുരുക്ഷേത്രത്തിലേക്ക് തീർത്ഥയാത്ര പോകുന്നതും അവിടെ വച്ച് പാണ്ഡവന്മാരെയും അതുപോലെ ഗോപന്മാരെ ഗോപികമാരെയൊക്കെ ആയിട്ടുള്ള ആ ഒരു സമാഗമം, മഹർഷിമാരുമായിട്ടുള്ള സത്സംഗം, വസുദേവരൊരു യാഗം ചെയ്യണമെന്ന് പറഞ്ഞ് അതെല്ലാം അവിടെ വെച്ച് ചെയ്യിച്ചു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോന്നു. അതിനുശേഷമാണ് പിന്നെ മറ്റു പല സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളത്. മഹാഭാരത യുദ്ധമടക്കം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇനി ഭഗവാൻ വസുദേവരുടെയും ദേവകിയുടെയും കൂടെ കുറെ കാലമായി ജീവിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഭഗവാനെക്കുറിച്ച് ഈശ്വരനാണ് എന്ന് തന്നെയുള്ള ഭാവത്തിലും ഇടയ്ക്ക് പുത്രഭാവത്തിലും ആണ് ഈ വസുദേവരും ദേവകിയും കൃഷ്ണനെ കണ്ടുകൊണ്ടിരുന്നത്. എന്നാലും പല മഹാത്മാക്കളും ആ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ആ തീർത്ഥാടനത്തിൽ വെച്ച് പല മഹാത്മാക്കളും പറഞ്ഞതും അതെല്ലാം ഉള്ളിൽ കിടപ്പുണ്ട്. അതൊക്കെ വെച്ച് പിന്നെ ജനിച്ചപ്പോൾ തന്നെ ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുത്തതാണല്ലോ, വിഷ്ണു രൂപം കാണിച്ചു കൊടുത്തതാണല്ലോ, ചതുർബാഹുവായ വൈഷ്ണവ രൂപം കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ ആ ഓർമ്മയും കിടപ്പുണ്ട്. അങ്ങനെ പുത്രനാണെങ്കിലും ഈശ്വരനായി, എന്നാലും മായ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പുത്രനായി, ഇങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു വസുദേവരും ദേവകിയും. അങ്ങനെ ഇരിക്കെ വസുദേവർക്ക് ഭഗവാനോട് തന്നെ കുറച്ച് തത്വജ്ഞാനോപദേശം ചോദിക്കാനുള്ളതായിട്ടുള്ളൊരു തോന്നലുണ്ടായി.
അങ്ങനെ ഭഗവാനോട് തന്നെ, തൻ്റെ പുത്രനായ ഭഗവാനോട് തന്നെ ഗുരുഭാവത്തിൽ കണ്ടുകൊണ്ട് തൻ്റെ ഉള്ളിലുള്ള ചില സംശയങ്ങളൊക്കെ ഭഗവാന്റെ മുമ്പിൽ വസുദേവർ അവതരിപ്പിക്കുന്നതും അച്ഛൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ ഭഗവാൻ അവിടെ ഒരു ഗൗരവത്തോടുകൂടെ ഗുരുഭാവത്തിൽ തന്നെ ഉത്തരം കൊടുക്കുന്നതുമായിട്ടുള്ള രംഗമുണ്ട് 85-ാം അധ്യായത്തിൽ. അത് കഴിഞ്ഞിട്ടാണ് ദേവകീദേവി പുത്രനെ സമീപിക്കുന്നത്. പുത്രൻ എന്നുള്ള ഭാവത്തിലായിട്ടല്ല, ഈശ്വരൻ എന്നുള്ള ഭാവത്തിൽ തന്നെ. അതുമാത്രമല്ല, ഇവിടെ മേൽപ്പത്തൂർ ആരംഭിക്കുന്നുണ്ട്. എങ്ങനെ ആരംഭിക്കുന്നത്? ഗുരുകുലത്തിൽ പഠിച്ചിരുന്ന കാലത്ത് അല്ലെങ്കിൽ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ട് അവിടുന്ന് പോരാൻ നേരത്ത് ആ ഗുരുവിന്, സാന്ദീപനി മഹർഷിക്ക് ഗുരുദക്ഷിണയായിട്ട് എന്താണ് കൊടുത്തത്? അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ പുത്രനെ യമലോകത്ത് നിന്ന് വീണ്ടെടുത്തുകൊണ്ട് കൊടുത്ത ആളാണ് തൻ്റെ പുത്രൻ. അപ്പോൾ ആ ഒരു ഓർമ്മയോടുകൂടെ ഗുരുവിന് ഗുരുദക്ഷിണയായി അദ്ദേഹത്തിൻ്റെ മൃതപുത്രനെ ആനയിച്ചു കൊണ്ടുവന്ന ആ ശക്തിയുള്ള ആ ഈശ്വരനായിട്ടുള്ള തൻ്റെ പുത്രനോട് തൻ്റെ മരിച്ചുപോയതായിട്ടുള്ള 6 പുത്രന്മാരെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. അതൊക്കെ വളരെ സൂക്ഷ്മമാണ്. അതിൻ്റെ ആവശ്യം എന്താണ്? മനഃശാസ്ത്രപരമാണ്. ഭാഗവതത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ആ ഭാഗമൊക്കെ അവതരിപ്പിക്കുന്നത്. കാരണം എന്തായാലും വസുദേവർ ഭഗവാനിൽ നിന്ന് തത്വോപദേശം തേടുമ്പോൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ദേവകിയും കേട്ടിട്ടുണ്ടാവും. അത് കേട്ടതായിട്ടുള്ള ദേവകിക്ക് ആ തത്വമൊന്നും ഉള്ളിൽ ഉറയ്ക്കുന്നില്ല. തത്വജ്ഞാനം ഉറയ്ക്കാതിരിക്കാൻ കാരണം അവരുടെ ഉള്ളിലുള്ള ചില എന്താ പറയുക, ചിത്തത്തിലുള്ള മുറിവുകളാണ്. ആ മുറിവുകൾ ഉണങ്ങാത്തിടത്തോളം കാലം ഈ തത്വം ഒന്നും ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. അപ്പോൾ ആ മുറിവുകൾ ഉണങ്ങണം അവരുടെ ഉള്ളിൽ. എന്താണ് മുറിവ്? ഒരമ്മ എന്നതായിട്ടുള്ള നിലയ്ക്ക് ദേവകീദേവി പ്രസവിച്ചതായിട്ടുള്ള 6 കുട്ടികൾ അപ്പം തന്നെ മരിച്ചുപോയി അല്ലേ? കംസൻ്റെ കൈകൊണ്ട് മരണപ്പെട്ടതായിട്ടുള്ള 6 കുട്ടികൾ ജനിച്ച ഉടനെ തന്നെ കൊല്ലുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടികളെ ഓർത്തോർത്ത് ഒരമ്മയുടെ എന്തായാലും ഹൃദയം നൊന്തുകൊണ്ടേയിരിക്കും. എത്രയായാലും അവർക്ക് ശാന്തി കിട്ടാൻ പോകുന്നില്ല. അതാണ് അമ്മമാര്. സ്വന്തം മക്കൾ മരിച്ചു കഴിഞ്ഞാൽ അത് എത്ര ദോഷമുള്ള മക്കളാണെങ്കിലും, എന്തെല്ലാം കുഴപ്പക്കാരായിട്ടുള്ള മക്കളാണെങ്കിലും, ഒരമ്മയ്ക്ക് നൊന്ത് പ്രസവിച്ച 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ചതായിട്ടുള്ള മക്കൾ മരിച്ചു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പ്രയാസം തന്നെയാണ്. അതെന്നും മുറിവായിട്ട്, വലിയൊരു മുറിവായിട്ട്. എങ്ങനെയാണോ നമ്മുടെ ശരീരത്തിൽ നിന്നൊരു അവയവം മുറിച്ചു മാറ്റിയാൽ അത് നമുക്ക് എന്നും മുറിവായിട്ട് തന്നെ കിടക്കും. ഇപ്പോൾ നമ്മുടെ കയ്യോ കാലോ ആംപുട്ടേറ്റ് ചെയ്ത് കളഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതെന്നും നമുക്ക് ഓർമ്മ തന്നെയല്ലേ? ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാല് കാണാനില്ല. കാല് ആംപുട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാല് കാണാനില്ല, അല്ലെങ്കിൽ കൈ മുറിച്ച് കളഞ്ഞാൽ കൈ കാണാനില്ല. ഈ സത്യം എന്നും ഓർമ്മിക്കില്ലേ? അതുപോലെയാണ് ഒരമ്മയുടെ സ്വന്തം ശരീരത്തിൻ്റെ ഭാഗമായി 10 മാസം ചുമന്നുകൊണ്ട് നടന്ന ഒരു ഉണ്ണിയെ പ്രസവിച്ച് വേദന നൊന്ത് പ്രസവിച്ചതായിട്ടുള്ള ആ ഉണ്ണി മരിക്കുമ്പോൾ അമ്മമാരുടെ ശരീരത്തിലെ അവയവങ്ങൾ മുറിഞ്ഞു പോകുന്ന അതേ പ്രതീതിയാണ് അവർക്കുണ്ടാവുക. അത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. കാരണം 10 മാസം ഒരേ ശരീരമായിരുന്നവരാണ്. ആ ഗർഭപാത്രത്തിൽ ഒന്നിച്ച് കൊണ്ടു നടന്നതാണ്. ഇതുപോലെ ആരും ഒന്നിച്ചുണ്ടായിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരമ്മയ്ക്ക് ശരീരത്തിലെ ഒരു അവയവം മുറിച്ച് കളയുന്ന വേദനയാണ്, ആ മുറിവാണ് എന്നും ഉണങ്ങാതെ കിടക്കും. ഈ മുറിവ് കിടക്കുന്നിടത്തോളം കാലം എന്തൊക്കെ വേദാന്ത തത്വങ്ങൾ പറഞ്ഞാലും അത് ഉള്ളിലേക്ക് എത്തില്ല. ആത്മാവ് നിത്യനാണ്, അത് ജനിക്കുന്നില്ല, മരിക്കുന്നില്ല,
അജോ നിത്യശാശ്വതോയം പുരാണ ന ഹന്യതേ ഹന്യമാനേ ശരീരേ എന്നൊക്കെയുള്ള ഉപദേശങ്ങളൊന്നും തന്നെ അവിടെ ഫലിക്കില്ല. കാരണം വലിയൊരു മുറിവ് അവിടെ കിടക്കുകയാണ്. ആ മുറിവ് ഉണങ്ങണം. ആ മുറിവ് ഉണങ്ങുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. അതാണ് ഇവിടെ ദേവകിയുടെ അവസ്ഥ. നമുക്കും ഈ ആധ്യാത്മിക തത്വങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അത് നല്ലപോലെ നമ്മൾക്ക് ഉറപ്പ് കിട്ടണമെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടായിട്ടുള്ള പല മുറിവുകളുണ്ട്. നമ്മുടെ ബാല്യം തൊട്ടുണ്ടായിട്ടുള്ള പല മുറിവുകളുണ്ട്. ഹേർട്ട് എന്ന് പറയും അല്ലേ, പലതരത്തിലുള്ള ഹർട്ടുകൾ. അതുപോലെ തന്നെ നമ്മൾ പല തെറ്റുകൾ ചെയ്തതിൻ്റെ കുറ്റബോധം, ഗിൽറ്റ്. ഈ ഹർട്ടും ഗിൽറ്റും ഇത് രണ്ടും നമ്മളെ എപ്പോഴും കൂടെ ഉണ്ടാവുന്ന രണ്ട് തടസ്സങ്ങളാണ്, ചിത്തത്തിലെ കളങ്കങ്ങളാണ്, മാലിന്യങ്ങളാണ്. ഈ മാലിന്യങ്ങൾ പൂർണ്ണമായി പോയാൽ മാത്രമേ ഈ ബ്രഹ്മോപദേശം, തത്വമസ്യാദി മഹാവാക്യങ്ങളുടെ പൊരുൾ ഉൾക്കൊള്ളാൻ ഒരാൾക്ക് കഴിയുകയുള്ളൂ. അപ്പം അതാണ് ഇവിടുത്തെ തത്വം. ആ ദേവകീ ദേവി ഇപ്പോഴും മരിച്ചുപോയ 6 കുട്ടികളെ ഓർത്തോർത്ത് എന്നും നെടുവീർപ്പിടുണ്ടാവും, എന്നും വേദനിക്കുന്നുണ്ടാവും. ആ 6 കുട്ടികളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവരെ ഒന്നും മര്യാദയ്ക്കൊന്ന് മുലയൂട്ടാൻ പോലും പറ്റിയിട്ടില്ല, മര്യാദയ്ക്കൊന്ന് താലോലിക്കാൻ പോലും പറ്റിയിട്ടില്ല എന്നുള്ള ആ അമ്മയുടെ നൊന്ത്, എന്താ പറയുക, മാതൃഹൃദയം അതെപ്പോഴും നീറിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ആറണം. ആറിയാൽ മാത്രമേ ഈ ഭഗവാനെ പൂർണ്ണമായിട്ട് ഭഗവാൻ പറയുന്ന ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈശ്വരനായി ഉറപ്പിക്കാനും തങ്ങളുടെ ഉള്ളിലുള്ള ആത്മതത്വത്തെക്കുറിച്ച് അവർക്ക് വിചാരം ചെയ്ത് ഉറപ്പിക്കാനും സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ആ അമ്മയെ അനുഗ്രഹിക്കാൻ ഭഗവാൻ തീരുമാനിച്ചത് കൊണ്ട് തന്നെയാണ് ആ അമ്മയ്ക്ക് ഭഗവാനോട് ഈ ഒരു ആവശ്യം ഉന്നയിക്കാൻ തോന്നിയത്. അതാണ് ഇവിടുത്തെ വിഷയം. അപ്പം നോക്കൂ, പ്രാഗേവ ആചാര്യപുത്ര ആഹൃതി നിശമനയ. പ്രാഗേവ പണ്ടേ തന്നെ, മുമ്പേ തന്നെ, ഭഗവാന്റെ 11ാം വയസ്സിലാണ് സാന്ദീപനി ഗുരുകുലത്തിൽ പോയി പഠിച്ചത്. ആ കാലത്താണ് ഇത് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഭഗവാന് 125 വയസ്സിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ടാവും. ആ കാലത്താണ് ഈ കുട്ടികളെ കൊണ്ടുവരാനായിട്ട് ദേവകി ചോദിക്കുന്നത്. എന്തായാലും ഭഗവാന്റെ അവസാന കാലം ആവാറായി, ആ കാലത്താണ്. അപ്പോൾ ബാല്യത്തിൽ തന്നെ ഭഗവാൻ ആചാര്യപുത്ര ആഹൃതി, ആചാര്യനായ സാന്ദീപനിയുടെ പുത്രനെ ആഹൃതി എന്ന് പറഞ്ഞാൽ ആഹരിച്ചു കൊണ്ടുവന്നു. എവിടുന്ന്? യമലോകത്തു നിന്ന് തന്നെ വീണ്ടെടുത്ത് കൊണ്ടുവന്നു. അത് നിശമനയ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുള്ളത് കൊണ്ട്. അത് കേട്ടത് ഉള്ളിൽ അടുക്കി വെച്ചിട്ടുണ്ട് ദേവകി. എൻ്റെ മകൻ ഗുരുദക്ഷിണ കൊടുത്തത് ഗുരുവിൻ്റെ മരിച്ചുപോയ പുത്രനെ യമലോകത്തുനിന്ന് കൊണ്ടുവന്നിട്ടാണ് എന്ന് എവിടുന്നൊക്കെയോ കേട്ട് കൃഷ്ണൻ വന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ബലരാമൻ പറഞ്ഞോ എന്നറിയില്ല, ഇനി വേറെ ആരെങ്കിലും പറഞ്ഞു, എങ്ങനെയാ അറിഞ്ഞു എന്നറിയില്ല. എന്തായാലും ദേവകി അറിഞ്ഞിട്ടുണ്ട്. അത് നിശമനയാ, കേട്ടിട്ട് അത് ഉള്ളിൽ അടുക്കി വെച്ചിരിക്കുകയാണ്. ആവശ്യം വരുമ്പോൾ അത് പുറത്തെടുക്കാമെന്ന് വെച്ചിട്ട് ഒരു ഓർമ്മയായിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? സ്വീയ ഷട്സൂനു വീക്ഷാം കാംക്ഷന്ത്യാ മാതുഹു ഉക്തിയ. സ്വീയം എന്ന് പറഞ്ഞാൽ സ്വകീയം, തൻ്റേതായിട്ടുള്ള ഷട്സൂനു 6 പുത്രന്മാര്, അവരുടെ വീക്ഷാം കാംക്ഷന്ത്യ, അവരുടെ വീക്ഷയെ, അവരെ കാണുവാനായിട്ട് കാംക്ഷിക്കുന്നവളായ മാതുഹു, ആ മാതാവിൻ്റെ, യശോദാമാതാവിൻ്റെ ഉക്തിയ, വചനം കൊണ്ട്, ഉക്തി കൊണ്ട്, സുതലഭുവി ബലിം പ്രാപ്യ. ഭഗവാൻ എന്ത് ചെയ്തു? സുതലഭുവി, സുതല ലോകത്തിൽ മഹാബലി താമസിക്കുന്ന ലോകം, അതാണ് സുതലഭുവി ബലിം പ്രാപ്യ. മഹാബലിയെ പ്രാപിച്ചിട്ട് തേന അർപ്പിതാൻ, അവനാൽ അർപ്പിക്കപ്പെട്ട, സമർപ്പിക്കപ്പെട്ടതായിട്ടുള്ള ധാതുഹു ശാബാദ് ഹിരണ്യാന്വിത കശിപു ഭവാൻ ശൗരിജാൻ കംസഭഗ്നാൻ ഏനാൻ മരീചേഹേ പൂർവപുത്രാൻ
ആനീയ എന്ന് പറയുന്നുണ്ട്. തേനാർപ്പിതാൻ ആനീയ, ആ മഹാബലിയാൽ അർപ്പിക്കപ്പെട്ടവരെ കൊണ്ടുവന്നിട്ട് ആനയിച്ചിട്ട്. അപ്പോൾ അവർ വേറെ എന്തൊക്കെയാ അവർക്ക് അവരുടെ ജന്മബന്ധങ്ങൾ അതിനെയൊക്കെ ഒന്നുകൂടെ മേൽപ്പത്തൂർ ഇവിടെ അങ്ങോട്ട് കുത്തിത്തിരുകി നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ അറിയിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. അവര് ധാതുശാപാത് ഹിരണ്യാൻവിത കശിപു ഭവാൻ ശൗരിജാൻ കംസഭഗ്നാൻ മരീചേഹേ പൂർവപുത്രാൻ എന്നൊക്കെ ആ കുട്ടികളെ 6 കുട്ടികളെ വിശേഷിപ്പിച്ചതാണ്. അങ്ങനെയുള്ള 6 കുട്ടികളെ ആനീയ ഏനാൻ പ്രദർശ്യ കൊണ്ടുവന്ന് അവരെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്ത് സ്വപദം അനയദാഹ അവരുടെ പദത്തിലേക്ക് അവരെ നയിച്ചു, അവരുടെ സ്ഥാനത്തേക്ക് അവരെ തിരിച്ചയച്ചു എന്നാണ് ഇവിടെ കഥ. അപ്പോൾ കുറേ പദങ്ങൾ ഈ കുട്ടികളെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ദേവകീ ദേവിയുടെ 6 കുട്ടികൾ അവരാരായിരുന്നു, അവരുടെ പൂർവജന്മങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. അപ്പോൾ അത് എവിടുന്ന് തുടങ്ങണം? മരീചേഹേ പൂർവപുത്രാൻ. അവരാരായിരുന്നു? മരീചേഹേ പൂർവപുത്രാൻ. മരീചി എന്ന പ്രജാപതിയുടെ പുത്രന്മാരായിരുന്നു ഈ 6 പേരും. അവരെന്തുകൊണ്ട് ഇവിടെ ദേവകീ ഗർഭത്തിൽ വന്ന് ജനിച്ചു എന്നാണെങ്കിൽ ധാതുഹു ശാപാത്, ദാതാവിൻ്റെ ശാപം കൊണ്ട്. ആരാ ദാതാവ്? ബ്രഹ്മാവ്. അപ്പോൾ ബ്രഹ്മദേവന്റെ ശാപം കൊണ്ട് ആ മരീചിയുടെ പൂർവപുത്രന്മാര് ഹിരണ്യാൻവിത കശിപു ഭവാൻ. ഹിരണ്യാൻവിത കശിപു എന്ന് പറഞ്ഞാൽ ഹിരണ്യകശിപു തന്നെ, ഹിരണ്യകശിപുവിൻ്റെ പുത്രന്മാരായി ഭവിച്ചു. പിന്നീട് അവര് ശൗരിജാൻ, ശൂരസേനന്റെ വംശത്തിലെ വസുദേവരുടെ പുത്രനായി ജനിച്ചു. എന്നിട്ട് കംസഭഗ്നാൻ, കംസനാൽ കൊല്ലപ്പെട്ടവരായി തീർന്നു. അങ്ങനെയുള്ള ഏനാൻ അവരെ, ആ കുട്ടികളെ ആനീയ കൊണ്ടുവന്നിട്ട് പ്രദർശ്യ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് സ്വപദം അനയദാഹ ഗുരുവായൂരപ്പ അങ്ങ് അവരെ അവരവരുടെ പദത്തിലേക്ക് അങ്ങ് തിരിച്ചയച്ചു എന്നാണ് വിഷയം. അപ്പോൾ ഇവിടെ മരീചേഹേ പൂർവപുത്രാന് എന്താണ്ടായത് വെച്ചാൽ നമ്മുടെ ബ്രഹ്മദേവന്റെ പുത്രന്മാരാണല്ലോ അത്രി, പുലഹൻ, പുലസ്ത്യൻ, മരീചി, വസിഷ്ഠൻ, ക്രതു മുതലായിട്ടുള്ള പ്രജാപതിമാര്. ആ പ്രജാപതിമാരിൽ മരീചിയുടെ പുത്രന്മാരായിരുന്നു ഈ 6 പേര്. അവര് ബ്രഹ്മദേവനെ പരിഹസിച്ചു. സന്ദർഭം, ബ്രഹ്മദേവൻ സരസ്വതീദേവിയെ സൃഷ്ടിച്ചപ്പോൾ സരസ്വതീദേവിയിൽ ബ്രഹ്മദേവൻ തന്നെ മോഹിച്ചു. സരസ്വതിയുടെ പുറകെ ഓടി മോഹിച്ചുകൊണ്ട് ആലിംഗനം ചെയ്യാനായിക്കൊണ്ട് അത് കണ്ടിട്ട് അല്ലേ മുത്തശ്ശനെ പരിഹസിച്ച പേരക്കുട്ടികളാണ്. മരീചിയുടെ മക്കളെന്ന് പറയുമ്പോൾ മരീചിയുടെ അച്ഛനാണ് ബ്രഹ്മദേവൻ. ആ മുത്തശ്ശനെ പരിഹസിച്ചവരായി എന്നർത്ഥമാണ്. അതിനൊക്കെ താത്വികമായിട്ട് അർത്ഥമുണ്ടാവും. ആ ബ്രഹ്മാവിനെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ അറിവിനെ പരിഹസിക്കുക എന്ന് തന്നെയാണ്, ജ്ഞാനത്തെ പരിഹസിക്കൽ തന്നെയാണ്. അപ്പൊ അവർക്ക് എന്ത് സംഭവിച്ചു? ബ്രഹ്മദേവൻ ശപിച്ചു, നിങ്ങൾ എന്നെ പരിഹസിച്ചത് കൊണ്ട് നിങ്ങൾ അസുരയോനിയിൽ ചെന്ന് ജനിക്കൂ എന്ന്. അങ്ങനെ ബ്രഹ്മദേവന്റെ ശാപം കൊണ്ട് മരീചി പുത്രന്മാര് നേരെ ഹിരണ്യകശിപുവിന്റെ പുത്രന്മാരായി ചെന്ന് ജനിച്ചു. പിന്നീട് അവിടുന്ന് മരിച്ച ശേഷം അവർക്ക് കാലമൃത്യു ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. എന്തായാലും പ്രഹ്ലാദൻ മരിച്ചിട്ടില്ല, ബാക്കിയുള്ള പ്രഹ്ലാദന്റെ സഹോദരന്മാരായി അനുജന്മാരായി ഒക്കെ ജനിച്ചിട്ടുണ്ടാവും. പിന്നീട് അവർ മരിച്ചിട്ട് അവരാണ് ഇവിടെ വസുദേവരുടെ പുത്രന്മാരായിട്ട് 6 പുത്രന്മാരായി ജനിച്ചു. അതാണ് ശൗരിജാൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ശാപാത് ഹിരണ്യാൻവിത കശിപു ഭവാൻ, ശാപം കൊണ്ട് ഹിരണ്യകശിപുവിന്റെ മക്കളായി ഭവിച്ചിട്ട് പിന്നീട് അടുത്ത ജന്മത്തില് ശൗരിജാൻ വസുദേവരുടെ പുത്രനായി, ശൗരിയുടെ പുത്രനായി ജനിച്ചു. കംസഭഗ്നാൻ, കംസനാൽ കൊല്ലപ്പെട്ടു. ജനിച്ച ഉടനെ തന്നെ അവരാണിപ്പോ കംസനാൽ കൊല്ലപ്പെട്ട ശേഷം അവർ പിന്നെ എവിടെ പോയി ജനിച്ചു? അടുത്ത ജന്മം അവര് മഹാബലിയുടെ പുത്രന്മാരായി തീർന്നു എന്നാണ്.
ഇപ്പോൾ മഹാബലിയുടെ പുത്രന്മാരായിട്ട് 6 പേരായിട്ട്, അപ്പോൾ മഹാബലിക്ക് വേറെ പുത്രനുണ്ട് ബാണൻ, അത് പ്രശസ്തൻ. ബാണന്റെ കഥയൊക്കെ നമ്മൾ കണ്ടു. അതല്ലാതെയുള്ള 6 പുത്രന്മാരാണ് ഈ പുത്രന്മാര്. മഹാബലിയുടെ പുത്രൻ, അതെ, ബാണൻ തന്നെ. നമ്മൾ ബാണന്റെ കഥയൊക്കെ കണ്ടുല്ലോ. അപ്പൊ ബാണന്റെ സഹോദരന്മാരാണ് ഈ 6 പേര്. ബാണന് ശേഷം ഉണ്ടായിട്ടുള്ളവരായിരിക്കും. ഇവർക്കൊക്കെ നിത്യ യൗവനമാണല്ലോ, അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിൽ സന്തതികൾ ഉണ്ടാകാം. അതുകൊണ്ട് ആ മഹാബലിക്ക് സുതലത്തിലുണ്ടായ സന്തതികളാണ് ഈ 6 പേര്. അദ്ദേഹം സുതലത്തിൽ സുഖവാസമാണല്ലോ. വാമനാവതാര കാലത്ത് ഭഗവാൻ സുതലത്തിലേക്ക് അയച്ചതാണ്. അപ്പൊ സുതലത്തിൽ വെച്ചാണ് ഈ 6 കുട്ടികൾ മഹാബലിക്ക് ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ യുഗത്തിലാണല്ലോ. വാമനാവതാരം എന്ന് പറഞ്ഞത് മറ്റേ സത്യയുഗത്തിലാണ്, കൃതയുഗത്തിലാണ്. അത് കഴിഞ്ഞിട്ട് ത്രേതായുഗം കഴിഞ്ഞു, രാമാവതാരം കഴിഞ്ഞു, പരശുരാമാവതാരം കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ദ്വാപരയുഗം, കൃഷ്ണാവതാരം. അപ്പോൾ യുഗങ്ങൾ കഴിഞ്ഞു, കാലം കുറെ കഴിഞ്ഞു. അപ്പം ലേറ്ററായിട്ട് മഹാബലിക്ക് ഉണ്ടായ സന്തതികളാണ് വസുദേവരിൽ നിന്നുണ്ടായിട്ട് മരിച്ച ശേഷം അവിടെ ചെന്ന് പുനർജനിച്ചവരാണ് ഈ 6 കുട്ടികൾ. അപ്പോൾ ആ മഹാബലിയുടെ പുത്രന്മാരായി സുതലത്തിൽ വാഴുകയായിരുന്നു അവർ. പ്രായമൊക്കെ ആയിട്ടുണ്ടാവും കുറച്ച്. എന്താ വെച്ചാൽ കൃഷ്ണന്റെ പ്രായം എന്തായാലും ആയിട്ടുണ്ടാവുമല്ലോ. കൃഷ്ണൻ ഏകദേശം കൃഷ്ണന്റെ ജ്യേഷ്ഠന്മാരായിട്ട് ജനിച്ച് മരിച്ചവരല്ലേ. അപ്പോൾ അവർ ഉടനെ തന്നെ മഹാബലിയുടെ പുത്രന്മാരായിട്ടുണ്ടെങ്കിൽ കൃഷ്ണന്റെ പ്രായമൊക്കെ ഏകദേശമൊക്കെ ഉണ്ടാവും. അല്ല, അവർ ഏത് കാലത്താണ് ജനിച്ചതെന്നൊന്നും വ്യക്തമല്ല. എന്തായാലും കുറച്ച് പ്രായമുള്ള മീശക്കാരൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ അവർ മഹാബലിയുടെ പുത്രന്മാരായി വാഴുകയാണ്. അപ്പോഴാണ് ഈ അമ്മ മകനോട്, കൃഷ്ണനോട് ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. നീ നിന്റെ ഗുരുവിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പുത്രനെ കൊണ്ടുവന്ന് കൊടുത്ത ആളല്ലേ. എൻ്റെ മനസ്സിൽ ഈ ഒരു ദുഃഖം എന്നും എന്നെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഒരു അഗ്നി കെടുന്നില്ല എൻ്റെ ഉള്ളിൽ. ഈ പുത്രദുഃഖത്തിൻ്റെ ഈ താപം എന്നെ എന്നും ദഹിപ്പിച്ചുകൊണ്ടേയിരിക്കണു. അപ്പോൾ ആ കുട്ടികൾ എവിടെയെങ്കിലും ജീവനോടുകൂടെ ഉണ്ട് എന്നൊന്ന് അറിഞ്ഞാൽ, അവരെ ഒന്ന് കണ്ടാൽ എൻ്റെ മനസ്സിന് ശാന്തിയാവും. ഒന്ന് കാണിച്ചു തന്നിട്ട് കൊണ്ടുപോയിക്കോളൂ എന്നാണ് ആവശ്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഭഗവാൻ ഉപദേശിച്ചത്? എന്താണ്? ഈ ആത്മാവിന് മരണമില്ല. ന ജായതേ നോ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാവാന ഭൂയഃ അജോ നിത്യ ശാശ്വതോയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. അപ്പോൾ ഇത് വെറും ഒരു ആശയം മാത്രമായി, ഒരു ഫിലോസഫി മാത്രമായി ദഹിക്കാതെ കിടക്കുകയാണ്. ഇത് എങ്ങനെ ദഹിക്കും? ഇതിനെക്കുറിച്ച് ദഹിക്കാതെ കിടക്കുകയാണ് ആരുടെ ഉള്ളില്? ദേവകിയുടെ ഉള്ളില്. എന്തായാലും ആത്മാവിന് മരണമില്ലെങ്കിൽ എവിടെയെങ്കിലും ഈ ജീവൻ എവിടെയെങ്കിലും പുനർജനിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഈശ്വരനായിട്ടുള്ള എൻ്റെ പുത്രന് അത് കൊണ്ടുവന്ന് കാണിച്ച് ബോധ്യപ്പെടുത്താൻ കഴിയുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഗീതാ ശ്ലോകത്തിലൊക്കെ വിശ്വസിക്കാം, അല്ലേ? ഗീതാ ശ്ലോകം മാത്രമല്ല, വസുദേവർക്കും ഇതൊക്കെ തന്നെയാണ് ഉപദേശിച്ചത് ഭഗവാൻ. അപ്പൊ ദേവകിയും അടുത്തിരുന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ആത്മതത്വം ഉപദേശിച്ചതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആവശ്യപ്പെടുകയാണ്, തെളിവ് ആവശ്യപ്പെടുകയാണ്. എങ്കിലേ ഇത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ആശയത്തെ, ഈ ജീവന്മാർ മരിക്കുന്നില്ല, ജീവന്മാർ പുനർജനിക്കുന്നു, അല്ലെങ്കിൽ വന്നിടത്തേക്ക് ഭഗവാനിലേക്ക് തന്നെ ചെന്ന് ചേരുന്നു. അതിന് മരണമില്ല. മരണം എന്നുള്ളതൊരു സത്യമല്ല. മരണം എന്നുള്ളതൊരു ഭ്രമം മാത്രമാണ്. നമ്മുടെ കണ്ണിൽ നിന്ന് കാണാതാവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ദൃഷ്ടിയിൽ പെടാതെ വേറെ എവിടെയോ പോയി മറയുന്നു. എവിടെയോ ഉണ്ട്. പക്ഷെ എവിടെയോ ഉണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഒന്ന് കണ്ടാൽ തൃപ്തിയാവും, ഉറപ്പിക്കാം എവിടെയോ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഒന്ന് കാണിച്ചു തന്നാലും എന്നാണ് ദേവകിയുടെ ആവശ്യം. അപ്പോൾ ഭഗവാൻ ഈ ഗീതയിലൂടെയൊക്കെ ഉപദേശിച്ച ഈ ആശയം ഒന്ന് തെളിയിക്കേണ്ട ഒരു ഗതികേടിലാണ് ഇപ്പോൾ ഭഗവാൻ. പിന്നെ ഭഗവാൻ ആയതുകൊണ്ട് ഭഗവാൻ ഇതൊക്കെ തെളിയിക്കാൻ പ്രയാസമില്ല. നമ്മളെ കൊണ്ട് തെളിയിക്കാൻ സാധിക്കില്ല. ഭഗവാൻ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ എല്ലാം അതിൻ്റെ പരിപൂർണതയിലുള്ള സർവശക്തനായിട്ടുള്ള ആളായതുകൊണ്ട്
ഭഗവാന് താൻ പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ സത്യം തന്നെയാണെന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ കഥ കേൾക്കുന്ന നമ്മുടെ ഉള്ളിലും ഈ സത്യം ഉറയ്ക്കണം. അതും കൂടിയാണ് അവിടെ ഉദ്ദേശ്യം. ദേവകിക്ക് എങ്ങനെയാണോ താൻ മരിച്ചുപോയ കുട്ടികളെ വേറൊരു ഭാഗത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിച്ചു കൊടുക്കുന്നത്, അത് കാണുന്ന നമ്മൾക്കും അതുകൊണ്ടൊരാശ്വാസം ഉണ്ടാവണം. നമ്മുടെ ബന്ധുക്കള്, നമ്മുടെ പുത്രന്മാര് ആരെങ്കിലുമൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെവിടെയെങ്കിലും സുഖമായിരിക്കുന്നുണ്ടാവും എന്ന് ആലോചിച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് അവരെക്കുറിച്ച് വറി ചെയ്യാതിരിക്കാൻ, അവരെ അവരുടെ പാട്ടിന് വിടാൻ, അവർ രക്ഷപ്പെട്ടു പോയി ഈശ്വരന്റെ നിശ്ചയത്തിനനുസരിച്ച് അവരെവിടെയോ ജീവിക്കുന്നുണ്ട്, അവർ സമാധാനമായിരിക്കട്ടെ, അപ്പൊ എനിക്ക് എൻ്റെ പണി നോക്കാം, എൻ്റെ മോക്ഷത്തിനായി കൊണ്ട് ഈ മനുഷ്യജന്മത്തെ ഉപയോഗിക്കാം എന്ന് ഈ കഥ കേൾക്കുന്ന എല്ലാവരുടെ ഉള്ളിലും ആ ഒരു ജ്ഞാനം പ്രകാശിപ്പിക്കാൻ കൂടിയാണ് ഈ കഥ. അപ്പോൾ അങ്ങനെ ദേവകീദേവി ആവശ്യപ്പെട്ടതായിട്ടുള്ള സമയത്ത് ഭഗവാൻ സർവജ്ഞനായതുകൊണ്ട് ഭഗവാൻ അറിയാൻ തൻ്റെ ഏട്ടന്മാരാ കീർത്തിമാനും എന്തൊക്കെ സുഷേണൻ എന്തൊക്കെ പേരുകളുണ്ടായിരുന്നല്ലോ, ആ 6 പേരും കംസൻ കൊന്നവര് എവിടെയാ ചെന്ന് ജനിച്ചിരിക്കുന്നത് എന്ന് ഭഗവാനെ ട്രേസ് ചെയ്യാൻ സാധിക്കും. ഭഗവാൻ ബലരാമസ്വാമിയെ കൂടെ കൂട്ടി, ഏട്ടനെയും കൂടി കൂട്ടി, ഏട്ടാ നമുക്കൊരിടം വരെ പോവാനുണ്ട് എന്ന് പറഞ്ഞ് ഭഗവാന്റെ രഥവും എടുത്തുകൊണ്ട് നേരെ പോയത് സുതലത്തിലേക്കാണ്, മഹാബലിയുടെ താമസ സ്ഥലത്തേക്കാണ്. അവിടെ ചെന്നപ്പോഴേക്കും മഹാബലി ഭഗവാനെ പൂർണ്ണകുംഭത്തോടെ സ്വീകരിക്കുക എന്ന് പറഞ്ഞ പോലെ സൽക്കരിക്കുകയാണ്. സമ്പൂർണമായിട്ടുള്ള സൽക്കാരം. കാരണം ആ വാമനമൂർത്തി തന്നെയാണ്, തന്നെ അനുഗ്രഹിച്ച ത്രിവിക്രമൻ തന്നെയാണിതാ ഈ കൃഷ്ണരൂപത്തിൽ വന്നിരിക്കുന്നത് എന്ന് ജ്ഞാനിയായ മഹാബലിക്ക് ബോധ്യമായി. അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. അദ്ദേഹം ഭഗവാൻ കൃഷ്ണനെ സ്വീകരിച്ചു, ബലരാമനെ സ്വീകരിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താണാവോ ആഗമനോദ്ദേശം? എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം, എന്നെ അനുഗ്രഹിക്കാനായിട്ട് ഇതുവരെ വന്നൂലോ, ഞാൻ എന്താണ് അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് മഹാബലി ഭഗവാനോട് ചോദിച്ചു. ഭഗവാൻ മഹാബലിയോട് പറഞ്ഞു, അതെ, ഞാൻ വന്നത് ഒരു ചെറിയ സഹായം അഭ്യർത്ഥിക്കാനാണ്. അങ്ങേക്ക് എന്നിൽ നിന്ന് സഹായമോ, ഞാനെന്താ ചെയ്യേണ്ടത് പറയൂ. ഇപ്പോൾ ഭഗവാൻ പറഞ്ഞു, അങ്ങയുടെ 6 മക്കളുണ്ടല്ലോ ഇന്നവര്, ഇവര് എൻ്റെ ജ്യേഷ്ഠന്മാരാണ്, എൻ്റെ അമ്മയുടെ പൂർവ്വപുത്രന്മാരാണ്. ഇവരെ കംസൻ വധിച്ചതിന് ശേഷമാണ് അവരിവിടെ വന്നിട്ട് അങ്ങയുടെ മക്കളായിട്ട് ജനിച്ചത്. അപ്പം ഇവരെ ഒന്ന് തൽക്കാലത്തേക്ക് എനിക്കൊന്ന് എൻ്റെ കൂടെ വിടണം. എൻ്റെ അമ്മയ്ക്ക് ഇവരെ ഒന്ന് കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ വരാം. ഉടനെ കൊണ്ടുവന്ന് തിരിച്ചേൽപ്പിക്കാം. കുറച്ച് നേരത്തേക്ക് വാടകയ്ക്ക് എടുക്കും പോലെ ഭഗവാൻ മഹാബലിയുടെ മക്കളെ ബലിയോട് ചോദിച്ചു. അപ്പോൾ കൊണ്ടുപോകുമ്പോൾ അമ്മ പ്രസവിച്ച ആ 6 കുട്ടികളുടെ രൂപത്തിൽ വേണം ഭഗവാന് കൊണ്ടുപോകുക. എന്നാലേ അമ്മയ്ക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. വല്ല മീശക്കാരെയും കൊണ്ട് മുന്നിൽ നിർത്തിയാൽ അമ്മ വിശ്വസിക്കില്ല. അപ്പോൾ അമ്മയ്ക്ക് ആ അമ്മ പ്രസവിച്ച അതേ പ്രായത്തിൽ അതേ രൂപത്തിൽ 6 കുട്ടികളായിട്ട്, കൊച്ചു കുട്ടികളായിട്ട് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയാൽ അമ്മയ്ക്ക് മടിയിൽ വെച്ച് താലോലിക്കാനും സന്തോഷമാവാനും ഒക്കെ പറ്റും. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചിങ്ങടന്നെ അങ്ങയുടെ പുത്രന്മാരായിട്ട് കൊണ്ടുവന്ന് തരാം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ മഹാബലി സന്തോഷമായിട്ട് പറഞ്ഞു, തീർച്ചയായിട്ടും എൻ്റെ ഭാഗ്യമാണ് ഈ കുട്ടികളെ അങ്ങയുടെ കൂടെ വിടുന്നതിന്, സന്തോഷമേ ഉള്ളൂ, കൊണ്ടുപോയിക്കോളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങ് കൊണ്ടുപോയി കൊച്ചു കുട്ടികളായിട്ട് കൊണ്ടുപോയിട്ട് ആ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും ആ അമ്മയ്ക്ക് മാതൃവാത്സല്യം ചൊരക്കും. ആയിക്കോട്ടെ, 6 പേരുടെ പേരൊക്കെ എവിടുന്നോ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. സ്മര, ഉദ്ഗീത, അത് മരീചിയുടെ മക്കളുടെ പേരാണ്. അത് കഴിഞ്ഞ് പല പേരുകളും അവർ സ്വീകരിച്ചു. പേരിലൊന്നും കാര്യമില്ല. അപ്പം എന്തായാലും മഹാബലി പറഞ്ഞു, അങ്ങയുടെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി അമ്മ കുട്ടികളെ കാണുമ്പോൾ മാതൃവാത്സല്യം ചുരക്കും. ആ അമ്മ തീർച്ചയായിട്ടും
ഈ കുട്ടികൾക്ക് മുല കൊടുക്കാൻ വഴിയുണ്ട്, ഉറപ്പാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് അമ്മ മുല കൊടുക്കുമ്പോൾ ആ കുട്ടികൾ കുടിക്കുന്ന മുല ഏതാണ്? പണ്ട് അങ്ങ് കുടിച്ച മുലയാണ്. അപ്പോൾ അങ്ങ് കുടിച്ച അമ്മയുടെ മുലയിൽ നിന്ന് വീണ്ടും ഈ കുട്ടികൾ അതേ പാല് കുടിച്ചിട്ട്, ആ അമൃത് കുടിച്ചിട്ട് അങ്ങയുടെ പ്രസാദം കഴിച്ചവരാണ് അവർ. അതുകൊണ്ട് അവർക്ക് ഇനിയൊരു അസുരജന്മം അല്ലെങ്കിൽ ഇവിടേക്ക് തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടതില്ല. അവരെവിടേക്കാണ് പോകേണ്ടത് വെച്ചാൽ അവർക്ക് ഗതി കൊടുത്തോളൂ എന്ന് പറഞ്ഞ് മഹാബലി ഭഗവാനോട് പറഞ്ഞു. ഭഗവാൻ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. കാരണം ഭഗവാൻ സർവജ്ഞനാണ്, ഇവരെവിടേക്കാണ് പോകേണ്ടതെന്ന് ഭഗവാൻ അറിയാം. കാരണം ഇവർ മരീചിയുടെ പുത്രന്മാരായിരുന്നു, ശാപം കൊണ്ടാണ് ഇവിടേക്ക് വന്നത്. അപ്പോൾ ഇനിയും തിരിച്ച് മരീചിയുടെ പുത്രന്മാരായിട്ട് തന്നെ അവർ ബ്രഹ്മലോകത്തേക്ക് പോകാൻ അർഹത നേടുകയാണ്. ശാപമോക്ഷം കഴിഞ്ഞ് മരീചിയുടെ പുത്രന്മാരായിട്ട് വീണ്ടും ബ്രഹ്മലോകത്തേക്ക് തന്നെ അവർ തിരിച്ചു പോവുകയാണ്. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഭഗവാൻ ഈ 6 കുട്ടികളെ എടുത്തു, രഥത്തിലേക്ക് കൊണ്ടുവന്നു. ഏട്ടനും അനുജനും ബലരാമനും കൂടിയിട്ട് അങ്ങനെ ദേവകി അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നു. അമ്മയുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. 6നെയും മാറി 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 അമ്മ കൊതിതീരെ കാണുകയാണ്, കൊഞ്ചുകയാണ്. ആ അമ്മയുടെ പ്രായമായിട്ടുണ്ടെങ്കിലും അമ്മയുടെ മുല ചുരന്നു. ആ അമ്മ സന്തോഷമായിട്ട് തനിക്ക് മുമ്പ് കൊടുക്കാൻ പറ്റിയിട്ടില്ലാത്ത ആ സ്തന്യം കുട്ടികളെ ഓരോരുത്തരെയും മാറി മാറി മതിയാവോളം ഊട്ടി. കുട്ടികൾ ഓരോരുത്തരെയും മടിയിൽ വെച്ച് കൊഞ്ചിക്കൊണ്ട് അവരുടെ പേരുകളും വിളിച്ചുകൊണ്ട് അവർക്ക് മുലയൂട്ടുകയും അവരെ താലോലിക്കുകയും ചെയ്തു. അങ്ങനെ കുറേ നേരം അമ്മയുടെ തൃപ്തിക്കായിക്കൊണ്ട് ആ 6 മക്കളെയും കൊടുത്തു. കുറേ കഴിഞ്ഞപ്പോൾ ആ അമ്മയുടെ ഉള്ള് ആറി തണുത്തു. ഏത് പഴയ ആ മക്കൾ മരിച്ചുപോയതായിട്ടുള്ള താപമുണ്ടല്ലോ, ഈ മക്കൾ കംസനാൽ കൊല്ലപ്പെട്ടു എന്നുള്ള ഭയം, അതിൻ്റെ ദുഃഖം, അതിൻ്റെ മുറിവ്, ആ മുറിവ് വളരെ വേഗം ഉണങ്ങി. കാരണം അവരിതാ ജീവനോടെ തൻ്റെ മുമ്പിൽ, അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല, അവരിവിടെ തന്നെ ഉണ്ട് എന്നുള്ള സത്യം അറിഞ്ഞതോടുകൂടി ആ അമ്മയുടെ ഹൃദയം ശാന്തമായി, മതിയായി. അമ്മയ്ക്ക് വളരെ വേഗം തന്നെ അമ്മയ്ക്ക് തൃപ്തിയായി. അതുകൊണ്ട് തന്നെ മതിയായി. അമ്മ പറഞ്ഞു കൃഷ്ണനോട്, ഇനി ഇവരെ കൊണ്ടുപോയിക്കോളൂ, എനിക്ക് തൃപ്തിയായി, എൻ്റെ ജന്മം ധന്യമായി, എൻ്റെ മുറിവ് ഉണങ്ങി, ഇനി എനിക്ക് പ്രശ്നമില്ല എന്ന മട്ടിൽ ഇനി കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ അവരെ 6 പേരെയും വീണ്ടും മരീചി പുത്രന്മാരായി തന്നെ ബ്രഹ്മലോകത്തേക്ക് ശാപമോക്ഷം കൊടുത്ത് അയച്ചു. ഇതാണ് കഥ. അപ്പോൾ ഈ കഥയിലൂടെ മൃതപുത്ര ആനയനം എന്നുള്ള ദേവകിയുടെ 6 പുത്രന്മാരെ കൊണ്ടുവന്നതിലൂടെ ഭഗവാൻ ഭഗവത്ഗീതയിൽ ഉപദേശിച്ച കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് തെളിയിക്കുക കൂടിയാണ് ചെയ്തത്. ന ജായതേ നോ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യ ശാശ്വതോയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഇത് സത്യമാണ് എന്ന് കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ പലതവണ തെളിയിക്കുകയാണ്. ഒരിക്കൽ ഗുരുപുത്രാനയനത്തിലൂടെ കൊണ്ടുവന്നു, ഗുരുപുത്രന്മാരെ കൊണ്ടുവന്ന് തെളിയിച്ചു. ഇപ്പതാ ദേവകിയുടെ പുത്രന്മാരെ കൊണ്ടുവന്ന് തെളിയിച്ചു. ഇനിയും ഭഗവാൻ തെളിയിക്കാൻ പോണു. അതാണ് സന്താനഗോപാലൻ കഥ. സന്താനഗോപാലത്തിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഭഗവാൻ മിഥിലാപുരിയിലേക്ക് പോയ കഥ, അതാണ് 2 ശ്ലോകങ്ങളിൽ, 2-3 ശ്ലോകങ്ങളിൽ. അത് കഴിഞ്ഞിട്ടാണ് സന്താനഗോപാലത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ 1-ാം ശ്ലോകം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. പ്രാഗേവാചാര്യപുത്രാഹൃതി നിശമനയ സ്वीय षट्सूनुवीक्षां काङ्क्षन्त्या माधुरुक्त्या सुतलभुवि बलिं प्राप्य तेनार्पितान् त्वं धातुश्शाबाद् हिरण्यान्वितकशिपु भवान् शौरिजान् कंसभग्नान् आनीयैनान् प्रदर्श्य स्वपदमनयदाः പൂർവപുത്രാൻ മരീചേ. അടുത്ത 2 ശ്ലോകങ്ങളിൽ ഭഗവാന്റെ മിഥില യാത്ര. ശ്രുതദേവ ഇതി ശ്രുതം ദ്വിജേന്ദ്രം
ബഹുലാശ്വം നൃപതിം ച ഭക്തിപൂർണം യുഗപത്വമനുഗ്രഹീതു കാമോ മിഥിലാം പ്രാപിത താപസൈ സമേതഃ ശ്രുതദേവ ഇതി ശ്രുതം ദ്വിജേന്ദ്രം ബഹുലാശ്വം നൃപതിം ച ഭക്തിപൂർണം യുഗപത്വമനുഗ്രഹീതു കാമോ മിഥിലാം പ്രാപിത താപസൈ സമേതഃ. ഇത് ശ്രീമദ് ഭാഗവതത്തിലെ 86-ാം അധ്യായമാണ്. അപ്പോൾ ശ്രുതദേവ ഇതി ശ്രുതം ദ്വിജേന്ദ്രം. ശ്രുതദേവ, ശ്രുതദേവൻ എന്ന് ശ്രുതം, ശ്രുതം വിശ്രുതം, പ്രശസ്തം, പേര് കേട്ടിരുന്ന ഒരു ദ്വിജേന്ദ്രൻ. ദ്വിജേന്ദ്രൻ ബ്രാഹ്മണ ശ്രേഷ്ഠൻ, ഒരു മഹാനായ ബ്രാഹ്മണനാണ് ശ്രുതദേവൻ. നല്ല വേദ പണ്ഡിതനാണ് അദ്ദേഹം, നല്ല കൃഷ്ണഭക്തനുമാണ്. ഭഗവാനെ കാണണം കാണണം എന്ന് കൊതിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള ഒരു ഭക്തോത്തമനുമാണ്, നല്ല ജ്ഞാനിയുമാണ്. അത് വൈദികനായിട്ടുള്ള ഒരു ബ്രാഹ്മണനാണ് അദ്ദേഹം. അതാണ് ശ്രുതദേവൻ എന്ന് പറഞ്ഞത്. ശ്രുതം, വേദം, വേദം നല്ലതുപോലെ പ്രകാശിക്കുന്ന ആളാണ് ശ്രുതദേവൻ. ശ്രുതികൾ പ്രകാശിക്കുന്നവൻ ശ്രുതദേവൻ. അദ്ദേഹം വളരെ ശ്രേഷ്ഠനായൊരു ബ്രാഹ്മണൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഭഗവാനെ കാണാൻ കൊതി. അദ്ദേഹം മിഥില രാജ്യത്ത് താമസിക്കുന്ന ഒരാളാണ്. മിഥിലയിലെ ഒരു ദരിദ്രനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ, ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. അടുത്തത് ബഹുളാശ്വം നൃപതിം ച ഭക്തിപൂർണം. ഭക്തിപൂർണം, ഭക്തി നിറഞ്ഞിരുന്ന ഒരു നൃപതി, രാജാവാണ് മിഥിലയിലെ രാജാവ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ബഹുളാശ്വൻ. ബഹുളാശ്വൻ എന്ന പേരുള്ള ഒരു രാജാവ്, മിഥില രാജാവ്. അദ്ദേഹവും ഭഗവാനെ കാണാൻ കൊതിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും മിഥിലാപുരിയിൽ ഭഗവാനെ കാണണം കാണണം കാണണം, കൃഷ്ണനെ കാണണം കൃഷ്ണനെ കാണണം എന്ന് കൊതിച്ചിരിക്കുന്ന ആളുകളാണ്. അവർ സന്ദേശമൊന്നും അയച്ചിട്ടില്ല, ഭഗവാനെ ഒന്ന് കണ്ടാൽ വേണ്ടില്ലായിരുന്നു എന്നൊന്നും പറഞ്ഞ് മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല, ദൂതന്മാരെയൊന്നും അയച്ചിട്ടില്ല. പക്ഷേ സർവാന്തര്യാമിയായ ഭഗവാന് ദ്വാരകയിലിരിക്കുമ്പോൾ ഇവരുടെ വിളി കേട്ടു ഭഗവാൻ. ഇവരുടെ മനസ്സറിഞ്ഞു. അങ്ങനെ ഇവരെ രണ്ടുപേരെയും അനുഗ്രഹിക്കാനായിക്കൊണ്ട് ഭഗവാൻ ആ മിഥിലാപുരിയിലേക്ക് വന്നു. അതാണ് യുഗപത് ത്വം അനുഗ്രഹീതു കാമോ. യുഗപത് എന്ന് പറഞ്ഞാൽ ഒരേ സമയം, അറ്റ് ദ സെയിം ടൈം എന്നർത്ഥം. ഒരേ സമയത്ത് യുഗപത്. അനുഗ്രഹീതു കാമഹ, ഇവരെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നവനായിട്ടുള്ള ത്വം, അങ്ങ് മിഥിലാം പ്രാപിത. മിഥിലാം പ്രാപിത, മിഥിലയെ പ്രാപിച്ചുവല്ലോ ഗുരുവായൂരപ്പ. ത്വം പ്രാപിത, യു റീച്ച്ഡ് മിഥില എന്നർത്ഥം. മിഥിലാം പ്രാപിത. ആരോടുകൂടെ? താപസൈഹി സമേത, താപസന്മാരോടുകൂടെ. അപ്പൊ ഭഗവാൻ കുറച്ച് താപസന്മാരെയും കൂടെ കൂട്ടിട്ടുണ്ട്. ഭാഗവതത്തിൽ ഒരു 500ഓളം താപസന്മാരെ കൂടെ കൂട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തിനാണ്, അടുത്ത ശ്ലോകം കൂടി നമുക്ക് വായിച്ചിട്ട് എന്തിനാണെന്ന് പറയാം. താപസന്മാരെയും കൂടി ഭഗവാൻ കൂട്ടിയിട്ടാണ് മിഥിലാപുരിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ ഇത്രേ പറഞ്ഞുള്ളൂ. ശ്രുതദേവ ഇതി ശ്രുതം ദ്വിജേന്ദ്രം ബഹുളാശ്വം നൃപതിം ച ഭക്തിപൂർണം യുഗപത്വമനുഗ്രഹീതു കാമോ മിഥിലാം പ്രാപിത താപസൈ സമേതഃ. ഗച്ഛൻ ദ്വിമൂർത്തിരുഭയോർയുഗപന്നികേതം ഏകേന ഭൂരി വിഭവൈർവിഹിതോപചാരഃ അന്യേന തദ്ദിനഭൃതൈശ്ച ബലൗദനാദ്യൈഃ തുല്യം പ്രസേദിത ദദാദ ച മുക്തിമാഭ്യാം. ഗച്ഛൻ ദ്വിമൂർത്തിരുഭയോർയുഗപന്നികേതം ഏകേന ഭൂരി വിഭവൈർവിഹിതോപചാരഃ അന്യേന തദ്ദിനഭൃതൈശ്ച ബലൗദനാദ്യൈഃ തുല്യം പ്രസേദിത ദദാദ ച മുക്തിമാഭ്യാം. ഗച്ഛൻ, ഗച്ഛൻ എന്ന് പറഞ്ഞാൽ അവിടെ ഗമിച്ചിട്ട്, ഗമിച്ചവനായ അങ്ങ് എങ്ങനെ ഗമിച്ചു? ദ്വിമൂർത്തിഹി, ദ്വിമൂർത്തിഹി, രണ്ട് ശരീരം എടുത്തുകൊണ്ട്.
ഒരേപോലെയുള്ള രണ്ട് കൃഷ്ണന്മാർ, രണ്ടും നീലമേഘ ശ്യാമളന്മാർ, പീതാംബരധാരികൾ, ഭഗവാന്റേതായിട്ടുള്ള വിശേഷ അലങ്കാരങ്ങളോടുകൂടി അങ്ങനെയുള്ള ഭഗവാനായിട്ട് ദ്വിമൂർത്തിയായിട്ട് രണ്ട് ശരീരം. ഒരു കൃഷ്ണനേ ഉള്ളൂ, പക്ഷേ മൂർത്തി രണ്ട്. ഭഗവാനാണോ പ്രയാസം? ഭഗവാൻ ബ്രഹ്മമോഹന ലീലയിൽ എത്ര മൂർത്തികൾ എടുത്തു അല്ലേ? ബ്രഹ്മാവ് കട്ടുകൊണ്ടുപോയ പശുക്കളുടെയും പശുക്കുട്ടികളുടെയും ഗോപന്മാരുടെയൊക്കെ മൂർത്തികളെ ഇഷ്ടം പോലെ എടുക്കുന്ന ആളല്ലേ? ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ മൂർത്തികളല്ലേ? നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ മൂർത്തികളല്ലേ? സോകാമയത ബഹുസ്യാം പ്രജായേതി സതപോതപ്യത സതപസ്തപ്ത്വാ ഇദകം സർവമസൃജത യദിദം കിഞ്ച തത്സൃഷ്ട്വാ തദേവാനുപ്രാവിശത്. വേദം പറയുന്ന ഇതെല്ലാം ഭഗവാൻ സ്വയം സങ്കല്പിച്ച് താൻ തന്നെ പലതായി തീർന്ന് താൻ തന്നെ അതിലൊക്കെ അനുപ്രവേശിച്ചു എന്ന് പറയുന്ന ആ ശ്രുത്യർത്ഥം ഇവിടെ തെളിയിച്ചുകൊണ്ട് എത്ര മൂർത്തികൾ വേണമെങ്കിൽ എനിക്കെടുക്കാം, ദ്വിമൂർത്തിയല്ല, എത്ര വേണമെങ്കിൽ മൂർത്തികൾ എടുക്കാം, അല്ലെങ്കിൽ എല്ലാ മൂർത്തികളും എൻ്റെ മൂർത്തികൾ തന്നെയാണ് എന്ന് തെളിയിച്ചുകൊണ്ടിവിടെ ഭഗവാൻ ദ്വിമൂർത്തി. ഭഗവാൻ മിഥിലാപുരിയിലേക്ക് ചെന്ന് രഥത്തിൽ ചെന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ രാജാവ് അറിഞ്ഞു കൃഷ്ണൻ വരുന്നു ദ്വാരകയിൽ നിന്ന് എന്നറിഞ്ഞു. തന്നെ കാണാൻ, തൻ്റെ ആഗ്രഹം നിറവേറ്റാൻ ഭഗവാൻ വരുന്നു എന്നറിഞ്ഞ രാജാവ് സന്തോഷിച്ച് അദ്ദേഹം പൂർണ്ണകുംഭം, താലപ്പൊലി, എന്താ പറയുക, ആനകൾ, പട്ടം കെട്ടിയ ആനകളും അതുപോലെ വാദ്യഘോഷങ്ങളുമൊക്കെ ആയിട്ട് ഗംഭീരമായിട്ടുള്ള സ്വീകരണത്തിനായിക്കൊണ്ട് കാത്തു നിൽക്കുകയാണ്. അവിടേക്കാണ് ഭഗവാൻ വരുന്നത്. അപ്പോൾ അതേ ദേശത്ത് തന്നെ താമസിക്കുന്ന ആളാണ് ശ്രുതദേവൻ. അദ്ദേഹവും വിചാരിച്ചു എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു, എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുക തന്നെയാണ്, എന്നെ അനുഗ്രഹിക്കാൻ വന്നിരിക്കുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹവും കാത്തു നിന്നു. അപ്പം അങ്ങനെ രണ്ടുപേരും കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് ഭഗവാൻ മിഥിലാപുരിയിൽ വന്ന് ലാൻഡ് ചെയ്തത്. ഈ രണ്ടുപേരും ഭഗവാനെ കണ്ടു. രണ്ടുപേരും അവരുടെ ഗൃഹങ്ങളിലേക്ക് ഭഗവാനെ വിളിച്ചു, ക്ഷണിച്ചു. എൻ്റെ ഗൃഹത്തിലേക്ക് പോരൂ എന്ന് ഈ ശ്രുതദേവൻ വിളിച്ചു. ബഹുളാശൻ എൻ്റെ ഗൃഹത്തിലേക്ക് പോരൂ എന്ന് വിളിച്ചു. ഓ, രണ്ടുപേരുടെ വീട്ടിലേക്ക് ഞാൻ വരാം എന്ന് പറഞ്ഞ് ഒരേ സമയം ഭഗവാൻ രണ്ട് വീട്ടിലേക്കും പോയി, രണ്ട് മൂർത്തികളായിട്ട്. എത്ര പേര് അറിഞ്ഞു എന്നറിയില്ല. എന്തായാലും ഭഗവാൻ ഒരേ സമയം രണ്ടുപേരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരു മൂർത്തി, ഈ ദരിദ്രൻ്റെ കുടിലിലേക്ക്, ഈ ബ്രാഹ്മണൻ്റെ കുടിലിലേക്ക് ഒരു മൂർത്തി. ഒരർത്ഥത്തിൽ തനിക്ക് രാജാവും ദരിദ്രനും ഒരുപോലെയാണ്, ഭക്തിയുണ്ടെങ്കിൽ അവർ രണ്ടുപേരും എന്നെ കാണാൻ അർഹിക്കുന്നു എന്നുള്ളതായിട്ടുള്ള ആ ഒരു ഭഗവാന്റെ ഭാവത്തെ ഒന്ന് പ്രകടിപ്പിച്ചു. പിന്നെ വേറൊരു രഹസ്യം കൂടിയുണ്ട്, അത് പറയാം. അപ്പോൾ ഗച്ഛന്തി മൂർത്തിരുഭയോർ യുഗപത് നികേതം, ദ്വിമൂർത്തിയായി ഗമിച്ചുകൊണ്ട് ഉഭയോഹോ നികേതം, ഉഭയോഹോ രണ്ടുപേരുടെയും നികേതത്തിലേക്ക്, വാസസ്ഥാനത്തേക്ക്, യുഗപത്, യുഗപത് എന്ന് പറഞ്ഞാൽ അറ്റ് ദ സെയിം ടൈം, സിമുൾട്ടേനിയസ് ആയിട്ട്, പാരലായിട്ട്, ഒരേപോലെ, യുഗപത് നികേതം പോയി. ഗച്ഛൻ അങ്ങനെ ഗമിച്ചപ്പോഴോ ഏകേന ഭൂരിവിഭവൈർ വിഹിതോപചാര, ഏകേന ഒരുവനാൽ, ആരാവൻ? രാജാവിനാൽ എന്ത് ചെയ്തു? ഭൂരി വിഭവൈഹി വിഹിത ഉപചാര, അങ്ങ് രാജകീയമായി ട്രീറ്റ് ചെയ്യപ്പെട്ടു. കാരണം രാജകൊട്ടാരത്തിലേക്കാണ് ചെന്നത്. അവിടെ ചെന്നപ്പോൾ രാജകീയ വരവേൽപ്പ്. അങ്ങേ താലപ്പൊലികളും പൂർണ്ണകുംഭങ്ങളും കാലുകഴുകി അങ്ങയെ വാദ്യഘോഷങ്ങളോടെ സ്വീകരിച്ച് ആനയിച്ച് കൊട്ടാരത്തിൻ്റെ നടുത്തളത്തിലേക്ക് അങ്ങയെ കൊണ്ടിരുത്തി, കാലുകഴുകി പൂക്കളെ കൊണ്ട് പൂജിച്ച് അങ്ങയ്ക്ക് രാജകീയമായിട്ടുള്ള വസ്ത്രങ്ങളും രാജകീയമായിട്ടുള്ള ഭക്ഷണങ്ങളും രാജകീയമായ ഇരിപ്പിടങ്ങളിൽ ഇരുത്തി അങ്ങയെ എല്ലാവരും കൂടെ സേവിച്ചു രാജാവിൻ്റെ ആ കൊട്ടാരത്തിൽ വെച്ച്. അതാണ് ഇവിടെ ഏകേന ഭൂരിവിഭവൈഹി വിഹിതോപചാര, ഒരുവനാൽ ഭൂരിയായ വർദ്ധിച്ചതായിട്ടുള്ള വിഭവങ്ങളെ കൊണ്ട്, രാജകീയ വിഭവങ്ങളെ കൊണ്ട്
ഉപചാരങ്ങൾ വിഹിതമാക്കപ്പെട്ടു. വിഹിത ഉപചാരഹത്വം, യു വേർ റിസീവ്ഡ് ആൻഡ് ട്രീറ്റഡ് റോയലി എന്നർത്ഥം. അവിടെ റോയൽ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെയോ അന്യേന, മറ്റൊരാളാൽ. ആരാ ഈ അന്യൻ? ശ്രുതദേവൻ, ബ്രാഹ്മണൻ, പാവം, ചെറിയ കുടിലാണ്, അദ്ദേഹത്തിന് സമ്പാദ്യങ്ങളൊന്നുമില്ല, അന്നന്നാൾ ഭിക്ഷ എടുത്തും മറ്റൊക്കെ കൊണ്ടുവന്ന് കഴിയുന്ന ആളാണ്. അതാണ് ഇവിടെ പറയുന്നത്, അന്യേന തദ്ദിനഭൃതൈശ്ച ബലൗദനാദ്യൈഹി. തദ്ദിനഭൃതൈഹി, തദ്ദിനഭൃതം എന്ന് പറഞ്ഞാൽ ആ ദിവസം തന്നെ ഭരിക്കപ്പെട്ടത്, കൊണ്ടുവരപ്പെട്ടത്, ഉണ്ടാക്കപ്പെട്ടത് എന്നൊക്കെ അർത്ഥം. അതാത് ദിവസങ്ങളിൽ കിട്ടുന്നത് കൊണ്ട് കഴിയുന്ന ആളാണ്, എതിർച്ചാലാഭ സന്തുഷ്ടനായിട്ട്. അപ്പൊ അന്ന് അദ്ദേഹത്തിന് എന്താണ് കിട്ടിയത്? അത് ഫല ഔദനാദ്യൈഹി എന്ന് പറഞ്ഞാൽ, ഫലം എന്ന് പറഞ്ഞാൽ ചില പഴങ്ങളും, ഓദനം എന്ന് പറഞ്ഞാൽ അന്നം, ഔദനം ഓദനം എന്നൊക്കെ ഉള്ളത് അന്നത്തിന്റെ പര്യായം. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള സിമ്പിളായിട്ടുള്ള ഏത് ചോറാണോ, തൈര് സാദമാണോ, തക്കാളി സാദമാണോ, പുളിയോദരയാണോ, പൊങ്കലാണോ, എന്താ കൊടുത്തതെന്ന് അറിയില്ല. എന്തായാലും അദ്ദേഹം കൊടുത്ത ഓദനം, ആ ചോറും അതുപോലെ ഫലം, അദ്ദേഹത്തിന് അന്ന് കിട്ടിയിരുന്ന ചില പഴങ്ങളും, അതൊക്കെയാണ് സിമ്പിളായിട്ടുള്ള ഒരു സൽക്കാരമാണ് അദ്ദേഹം ചെയ്തത്. കാരണം അദ്ദേഹം അന്നന്നാൾ കിട്ടുന്നത് കൊണ്ട് സന്തോഷിച്ച് കഴിയുന്ന ഒരു ഉത്തമ ജ്ഞാനിയായിട്ടുള്ള ബ്രാഹ്മണനാണ്. അതാണ് അദ്ദേഹത്തിന്റെ പേര് ശ്രുതദേവൻ എന്ന്. അന്യേന തദ്ദിനഭൃതൈശ്ച ഫലൗദനാദ്യൈഹി. ഇത് രണ്ടും ഭഗവാന് ഒരുപോലെയായിരുന്നു എന്നാ പറയുന്നത്. അതാണ് തുല്യം പ്രസേദിത. രണ്ടുപേരോടും അങ്ങ് തുല്യമായിട്ട് പ്രസാദിച്ചു ഗുരുവായൂരപ്പ. ഒരാൾക്ക് കൂടുതലോ ഒരാൾക്ക് കുറവോ ഒന്നും അങ്ങ് കാണിച്ചില്ല. രണ്ടുപേരെയും ഒരുപോലെ സന്തോഷമായിട്ട് അങ്ങ് അവരുടെ സൽക്കാരങ്ങളെ ഏറ്റുവാങ്ങി. രാജാവ് കൊടുത്ത രാജകീയ ഭോഗങ്ങളെ വേണ്ട വേണ്ട എന്നൊന്നും പറഞ്ഞില്ല. സന്തോഷമായിട്ട് അതൊക്കെ സ്വീകരിച്ചു. ബ്രാഹ്മണൻ കൊടുത്ത നിസ്സാരങ്ങളായിട്ടുള്ള പദാർത്ഥങ്ങളാണെങ്കിലും അതിനെയും ഭഗവാൻ എങ്ങനെയാണോ കുചേലന്റെ അവല് ആർത്തിയോടുകൂടി തിന്നത് അതുപോലെ കാണിച്ചുകൊണ്ട് സന്തോഷമായിട്ട് പ്രസാദിച്ചുകൊണ്ട് സ്വീകരിച്ചു. തുല്യം പ്രസേദിത ദദാദച മുക്തിം ആഭ്യാം. ആഭ്യാം, ആഭ്യാം എന്ന് പറഞ്ഞാൽ ദ്വാഭ്യാം. അവർ രണ്ടുപേർക്കും മുക്തിം ദദാദച, രണ്ടുപേർക്കും മുക്തിയെയും കൊടുത്ത് അനുഗ്രഹിച്ചു. രണ്ടുപേർക്കും ജ്ഞാനം കൊടുത്ത് മുക്തി കൊടുത്ത് രണ്ടുപേരും ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. ആ രണ്ടുപേർക്കും മുക്തിയെ കൊടുത്ത്, അഥവാ രണ്ടുപേരും മരിച്ചുപോയി എന്നർത്ഥമില്ല, ജീവനോടുകൂടെ അവർ മുക്തന്മാരായി, ജീവൻ മുക്തന്മാരായി എന്നർത്ഥം. അവരെ രണ്ടുപേരെയും ജ്ഞാനം കൊടുത്ത് അനുഗ്രഹിച്ച് ഭഗവാൻ സന്തോഷിച്ച് മടങ്ങിപ്പോന്നു. ഇതാണ് കഥ. ഗച്ഛന്തി മൂർത്തിരുഭയോർയുഗപന്നികേതം ഏകേന ഭൂരി വിഭവൈർവിഹിതോപചാരഃ അന്യേന തദ്ദിനഭൃതൈശ്ച ഫലൗദനാദ്യൈഃ തുല്യം പ്രസേദിത ദദാദച മുക്തിമാഭ്യാം. ഇപ്പൊ ഇവിടെ രണ്ടുപേരെയും ഒരേ സമയം ഒരേ രണ്ട് മൂർത്തികളെടുത്ത് പ്രസാദിപ്പിച്ചതിലൂടെ കൂടെ പല മഹർഷിമാരെയും അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ, ഈ മഹർഷിമാരെ തന്നെ രണ്ട് ഭാഗത്തേക്കും ഈക്വലായിട്ട് കൊണ്ടുപോയി എന്ന് വെച്ചാൽ അവർ ഓരോരുത്തരും ഈ രണ്ട് ശരീരം എടുപ്പിച്ചു ഭഗവാന്റെ എന്താ പറയുക അനുഗ്രഹം കൊണ്ട്. ഇപ്പോൾ ഒരു വ്യാസൻ കൂടെ ഉണ്ടെങ്കിൽ രണ്ട് വ്യാസന്മാരായി രണ്ട് ഗൃഹത്തിലേക്കും പോയി. ഒരു ദൗമ്യൻ കൂടെ ഉണ്ടെങ്കിൽ രണ്ട് ദൗമ്യന്മാരായിട്ട് രണ്ട് ഭാഗത്തേക്കും പോയി. ഇങ്ങനെ ഏതൊക്കെ മഹർഷിമാർ കൂടെയുണ്ടോ അവരൊക്കെ ട്വിൻസായി പിരിഞ്ഞ് രണ്ട് ഗൃഹത്തിലേക്ക് പോയി. എന്തിനാണ് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഭഗവാൻ ഇതില് ഭാഗവതത്തില്? രണ്ട് ഭാഗത്തേക്കും ഒരേ ആൾക്കാരെ തന്നെ വിഭജിച്ച് കൊണ്ടുപോയി എന്നാണ്. അപ്പൊ അതിന്റെ തത്വം ഈ മുനിമാരെ പഠിപ്പിക്കാനും മുനിമാരിലൂടെ ലോകത്തെ പഠിപ്പിക്കാനുമാണ്. എന്താ പഠിപ്പിക്കേണ്ടത്? ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ അർജുനന്റെ സംശയത്തിന് ഭഗവാൻ ഉത്തരം പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെയാണ്? ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്ത മയാ നഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ഓർമ്മയുണ്ടോ? ഗീത പഠിച്ചിട്ടുണ്ടോ? ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്ത മയാ നഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം.
ഈ ലോകത്തിൽ രണ്ട് പദ്ധതികളുണ്ട്. അന്തർമുഖരായ സാഖ്യന്മാർക്ക് അഥവാ സന്യാസി തുല്യന്മാരായിട്ടുള്ള ആളുകൾക്ക് ജ്ഞാനയോഗവും, ബഹിർമുഖന്മാരായിട്ടുള്ള വാസനാസമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് കർമ്മയോഗവും, ഗൃഹസ്ഥാശ്രമികൾക്ക് കർമ്മയോഗവും. ഇങ്ങനെ രണ്ട് മാർഗങ്ങൾ, പ്രവൃത്തി നിവൃത്തി. ഇത് രണ്ടും എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. എൻ്റെ രണ്ട് കണ്ണുകളാണ്. രണ്ട് കണ്ണുകളിൽ നമുക്ക് ഭേദബുദ്ധി ഉണ്ടോ? അപ്പോൾ പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും എനിക്ക് ഒരുപോലെ പ്രിയമാണ്. രണ്ട് വഴിക്ക് പോയാലും മുക്തി കിട്ടും. രണ്ടും മുക്തിയിലെത്തിച്ചേരുന്നതാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ കഥ. എന്താ കാരണം? ശ്രുതദേവൻ വേദപണ്ഡിതൻ, ജ്ഞാനി ആണ്. അദ്ദേഹം ജ്ഞാനീ ഭക്തനാണ്. അദ്ദേഹം കർമ്മയോഗിയല്ല. ഒരു സന്യാസ തുല്യം ജീവിക്കുന്ന, അന്നൊന്നാൾ കിട്ടിയതുകൊണ്ട് ഭക്ഷിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നല്ല വേദം പഠിച്ച് അത് ശ്രുതം ദിവ്യതേ ഇതി ശ്രുതദേവ, ആ വേദം നല്ലതുപോലെ പ്രകാശിക്കുന്നവൻ, വേദജ്ഞാനം പ്രകാശിക്കുന്നവൻ, ജ്ഞാനി എന്നർത്ഥമാണ് ശ്രുതദേവ ശബ്ദത്തിന്. ബഹുളാശ്വൻ എന്ന് പറഞ്ഞാൽ അശ്വശബ്ദം ഇന്ദ്രിയങ്ങളുടെ പ്രതീകമാണ്. അനേക ഇന്ദ്രിയങ്ങളുള്ളവൻ, ബഹുളങ്ങളായ അശ്വങ്ങളോടുകൂടി, അനേക കുതിരയുള്ളവൻ എന്നാണ് അർത്ഥമെങ്കിലും ബഹുളാശ്വൻ എന്ന് പറഞ്ഞാൽ രാജാവ് അനേക കുതിരയുള്ളവൻ എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാം. ഏതാ ഇവിടുത്തെ കുതിരകൾ? ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ. ഇന്ദ്രിയങ്ങൾ, കുതിരകൾ ബഹിർമുഖങ്ങളായിരിക്കുന്ന. അപ്പൊ ഇദ്ദേഹം കർമ്മയോഗിയാണ്. ആര്? ബഹുളാശ്വൻ എന്ന രാജാവ് രാജ്യഭാരം നടത്തുന്നു. എത്ര വലിയ കർമ്മമാണ് അദ്ദേഹം ചെയ്യുന്നത്! മിഥിലാപുരിയിലുള്ള രാജാക്കന്മാരൊക്കെ അങ്ങനെയുള്ള രാജർഷിമാരാണ്, ജനകന്മാരാണ് മിഥിലാപുരിയിൽ വസിക്കുന്നത്. അവർ പരമ്പരയാ വിദേഹന്മാരാണ്. നിമി തുടങ്ങിയിട്ട് കലാകാലങ്ങളിൽ മാറി വരുന്നവരൊക്കെ തന്നെ ജനകന്മാരും വിദേഹന്മാരുമാണ്. അവരൊക്കെ ജ്ഞാനികളാണ്, അവരൊക്കെ കർമ്മയോഗികളാണ്. അതാണ് ഭഗവാൻ ഗീതയിൽ പോലും അവരെ ഉദാഹരിക്കുന്നത്. അർജുനോട് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു കൊടുക്കുന്നില്ലേ? കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിതാ ജനഗാദയഃ. കർമ്മത്തിലൂടെ തന്നെ സംസിദ്ധിയെ പ്രാപിച്ചവരാണ് ജനകാദികൾ. അവരൊക്കെ മിഥിലാവാസികളാണ്, മിഥിലയിലെ പരമ്പരയാണ്, വിദേഹന്മാരാണ്, ജനകന്മാരാണ്. അവരൊക്കെ പരമ്പരയാ ജനകന്മാരാണ്. അതിലൊരാളാണ് സീതയുടെ അച്ഛൻ. സീതയുടെ അച്ഛൻ്റെ പേര് സീരധ്വജൻ എന്നാണ്. യഥാർത്ഥ പേര് സീരധ്വജൻ. പക്ഷെ അവർ പരമ്പരയാ ജനകൻ എന്നറിയപ്പെടുന്നു. ജനകവംശം, വിദേഹ വംശം. ഒരാളല്ല വിദേഹൻ എന്ന് പറഞ്ഞാൽ ആ പരമ്പരയിലുള്ളവരൊക്കെ വിദേഹന്മാരാണ്. ആ മിഥിലാധിപന്മാരൊക്കെ കർമ്മയോഗികളായ രാജർഷികളാണ്. അവരുടെ ഒരു പ്രതീകമാണ്, അവരുടെ പ്രതിനിധിയാണ് ഇവിടുത്തെ ബഹുളാശ്വൻ. ഭഗവാന്റെ കാലത്ത് ജീവിച്ചിരുന്ന ആള് ബഹുളാശ്വൻ. സീതയുടെ അച്ഛനല്ല, സീതയുടെ വംശത്തിൽ പിറന്ന വേറൊരു രാജാവ്. അപ്പൊ കർമ്മയോഗി. അപ്പൊ കർമ്മയോഗിയെയും ഭഗവാൻ ഒരേ സമയം അനുഗ്രഹിച്ചു, ജ്ഞാനയോഗിയെയും ഭഗവാൻ ഒരേ സമയം അനുഗ്രഹിച്ചു. അതിലൂടെ ഭഗവാൻ ഈ ഋഷിമുനിമാർക്ക് കാണിച്ചു കൊടുത്തു, രണ്ട് മാർഗവും എനിക്ക് പ്രിയപ്പെട്ടതാണ്, രണ്ടും മുക്തിക്കുള്ളതാണ്, പ്രവൃത്തിയും നിവൃത്തിയും. ഇത് നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയണം കേട്ടോ എന്ന് ഈ മുനിമാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അവരുടെ സംശയം തീർത്തു കൊടുക്കാനുമാണ് ഈ ഒരു ലീല. ഒരേ സമയം രണ്ട് ശരീരമെടുത്ത് രണ്ട് വീടുകളിലേക്ക് പോയി രണ്ടുപേരോടും തുല്യമായി പ്രസാദിച്ചു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഭഗവാന് ഊഴമിട്ട് പോയാൽ മതിയായിരുന്നല്ലോ. ആദ്യം രാജാവിൻ്റെ അടുത്തേക്ക്, അത് കഴിഞ്ഞ് ബ്രാഹ്മണൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ ആദ്യം രാജാവിൻ്റെ അടുത്തേക്ക്, പിന്നെ എന്താ പറയുക, ആദ്യം ബ്രാഹ്മണൻ്റെ അടുത്തേക്ക്, പിന്നെ രാജാവിൻ്റെ അടുത്തേക്ക്. ഇങ്ങനെ പോയാൽ മതിയായിരുന്നു. ആരും കുറ്റമൊന്നും പറയില്ല, ആരും തടയൂല്ല, എന്താ എങ്ങനെ ചെയ്തതെന്നും ചോദിക്കില്ല. ഇവിടെ ഭഗവാൻ ഇത് പർട്ടിക്കുലർലി ഇങ്ങനെ ഒരേ സമയം ചെയ്തതിൻ്റെ രഹസ്യം, ഈ മുനിമാരെ കൂടെ കൂട്ടിയിട്ട് പോയതിൻ്റെ രഹസ്യം, ഈ തത്വം ലോകത്തെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ്. കാരണം അത് കഴിഞ്ഞ് ഇതേ അധ്യായത്തിലാണ് അർജുനൻ്റെ സുഭദ്രാഹരണം എന്നുള്ള കഥ വരുന്നത്. അതിലും ബന്ധമുണ്ട്.
കാരണം ഈ അർജുനനോടാണ് ഭഗവാൻ ഗീത പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ അർജുനൻ കർമ്മയോഗത്തിന് അധികാരിയാണ്, അദ്ദേഹം ജ്ഞാനയോഗത്തിന് അധികാരി ആയിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്ന കഥയും കൂടിയാണ് സുഭദ്രാഹരണം. കാരണം തീർത്ഥയാത്രയ്ക്ക് പോയ ആള് പെണ്ണിനെ അടിച്ചുകൊണ്ട് പോവുകയല്ലേ ഉണ്ടായത്. അപ്പോൾ ഇപ്പോൾ യുദ്ധരംഗത്തുനിന്ന് അർജുനൻ ഓടിപ്പോയിരുന്നെങ്കിൽ എവിടേക്ക് പോകുമായിരുന്നു? പക്വതയില്ലാത്ത അർജുനൻ എന്തെങ്കിലും കൊണ്ടാൻ വേണ്ടി ഒപ്പിച്ചിട്ട് വരുമായിരുന്നു. അതുകൊണ്ട് അർജുനന് സന്യസിക്കാനുള്ള പാകമായിട്ടില്ല. അതുകൊണ്ട് അർജുന, നീ ഈ യുദ്ധം ചെയ്യുകയാണ് വേണ്ടത്. നിനക്ക് ഓടാനുള്ള പക്വതയായിട്ടില്ല, സന്യസിക്കാനുള്ള പക്വതയായിട്ടില്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന, അതുകൊണ്ടാണ് അർജുനനെ നിർബന്ധിച്ച് ഭഗവാൻ കർമ്മയോഗത്തിന് പ്രേരിപ്പിച്ചത്. കർമ്മയോഗം ജ്ഞാനയോഗത്തിൽ തന്നെ ചെന്നെത്തും, മോക്ഷത്തിലേക്ക് തന്നെ ചെന്നെത്തും. അപ്പോൾ ആദ്യം കർമ്മയോഗം അനുഷ്ഠിക്കൂ എന്ന് അർജുനനെ പ്രേരിപ്പിച്ചില്ലേ? ആ തത്വം അതാണ് ഒരു അധ്യായത്തിൽ ഈ പരസ്പര ബന്ധമില്ലാത്ത രണ്ട് കഥ കെട്ടിവെച്ചിരിക്കുക. 86-ാം അധ്യായത്തിൽ ദശമസ്കന്ധത്തിൽ ആദ്യ ഭാഗം ഈ ശ്രുതദേവ ബഹുളാശ്വന്മാരുടെ ഗൃഹങ്ങളിലേക്ക് ഭഗവാൻ പോയ ആ അനുഗ്രഹ കഥ പറഞ്ഞ് പെട്ടെന്നൊരു ടേണിങ് എവിടേക്ക്? എപ്പോഴോ നടന്ന അർജുനന്റെ വിവാഹം, സുഭദ്രാഹരണം വിവാഹം. ഈ അധ്യായത്തിൽ കെട്ടിവെക്കേണ്ട ഒരു കാര്യമില്ല. രണ്ടും കൂടി ബന്ധിപ്പിച്ചതിന് കാരണം ഇതാണ്. അർജുനനോട് എന്തുകൊണ്ട് ഭഗവാൻ കർമ്മയോഗം നിർദ്ദേശിച്ചു എന്നാണെങ്കിൽ, അധികാരി ഭേദമനുസരിച്ച് ഓരോരുത്തരും അവരവരുടെ മാർഗത്തെ തിരഞ്ഞെടുക്കുക. രണ്ടും ഉത്തമം തന്നെയാണ്. രണ്ടും ഭഗവാന് ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. രണ്ടും ലക്ഷ്യത്തിലെത്തുന്നതാണ്. അപ്പം നമ്മൾ എവിടെ നിൽക്കണു, നമ്മുടെ പാകത എന്താണ് നോക്കിയിട്ട് കർമ്മയോഗ മാർഗം സ്വീകരിക്കണമോ സന്യാസമാർഗം സ്വീകരിക്കണമോ, ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കണമോ സന്യാസ വാനപ്രസ്ഥങ്ങൾ സ്വീകരിക്കണമോ, ഏത് തിരഞ്ഞെടുക്കാനും നമ്മുടെ അധികാരിത്വം അനുസരിച്ച്, നമ്മുടെ യോഗ്യത അനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. രണ്ടും ഒന്നിനൊന്ന് മോശമൊന്നുമല്ല. 1-ാം ക്ലാസ് പഠിക്കുന്നത് മോശമാണോ? 10-ാം ക്ലാസ് പഠിക്കുന്നതാണോ കേമം? ഡിഗ്രിക്ക് പഠിക്കുന്നതാണോ കേമം? LKG UKG മോശമാണോ? ആണോ? ഏതാ മോശം, ഏതാ നല്ലത് പറയാൻ പറ്റുമോ? LKG UKG പഠിച്ചാലേ മുകളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ LKG പഠിക്കേണ്ട കുട്ടികളെ സംബന്ധിച്ച് LKG ആണ് നല്ലത്. അവർ ഡിഗ്രി പോയി പഠിക്കുന്നത് നല്ലതല്ല. ഡിഗ്രിക്ക് പഠിക്കാറായിട്ടുള്ള ആൾക്കാർ LKGയിലും പഠിക്കരുത്, അവരവിടേക്കും പോകണം അല്ലേ? അധികാരി ഭേദമനുസരിച്ചാണ് അവർ യഥാസ്ഥാനത്ത് പോയി ചേരേണ്ടത്. അതുപോലെ കർമ്മയോഗം അനുഷ്ഠിക്കുവാൻ യോഗ്യതയുള്ളവർ അതനുഷ്ഠിക്കുക. ജ്ഞാനയോഗം അഥവാ സന്യാസമാർഗം സ്വീകരിക്കുവാൻ യോഗ്യരായിട്ടുള്ളവർ ആ മാർഗം സ്വീകരിക്കുക. പ്രവൃത്തി നിവൃത്തി ഇത് രണ്ടും ഉറപ്പിച്ചു തരാൻ വേണ്ടിയിട്ടുള്ളൊരു, ഭഗവാന് രണ്ടും പ്രിയപ്പെട്ടതാണ്, ഒരുപോലെയാണ്. രണ്ടും ഒരു ലക്ഷ്യത്തിലെത്തി മുക്തി കിട്ടുന്നതാണ്. അതാണ് രണ്ടുപേർക്കും മുക്തിം ദദാത എന്ന് പറഞ്ഞല്ലോ. ആഭ്യാം മുക്തിം ദദാത, രണ്ടുപേർക്കും മുക്തിയെ കൊടുത്തു. രണ്ടും മുക്തിക്കുള്ള മാർഗമാണ്. കർമ്മയോഗത്തിലൂടെ ചെന്ന് ജ്ഞാനയോഗിയായി അവന് മുക്തി കിട്ടും. ജ്ഞാനയോഗിക്ക് നേരിട്ട് മുക്തി കിട്ടും. ഇത് രണ്ടും ഭഗവാൻ ഉപദേശിച്ചിട്ടുള്ള മാർഗമാണ്. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്ത മയാനക ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. അപ്പോൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉപദേശിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഡെമോൺസ്ട്രേഷനാണ് ഈ കഥകളിലൊക്കെ നടക്കുന്നത്. ഒരു വ്യാഖ്യാനം, ഇതാ ഇങ്ങനെയാണ് കേട്ടോ കാര്യങ്ങൾ എന്ന് പറഞ്ഞു തരികയാണ്. ഗച്ഛന്തി മൂർത്തിരുഭയോർ യുഗപന്നികേതം ഏകേന ഭൂരി വിഭവൈർവിഹിതോപചാരഃ അന്യേന തദ്ദിനഭൃതൈശ്ച ബലൗദനാദ്യൈഃ തുല്യം പ്രസേദിത ദദാത ച മുക്തിമാഭ്യാം. ഇനിയാണ് സന്താനഗോപാലത്തിലേക്ക് കടക്കുന്നത്. ഒരു ശ്ലോകം നോക്കിയിട്ട് നിർത്താം. ഭൂയോദ്വാരവത്യാം ദ്വിജതനയമൃതിം തൽപ്രലാപാനപിത്വം
കോവാ ദൈവം നിരുന്ധ്യാത് ഇതി കില കഥയൻ വിശ്വവോടാപ്യസോടാം ജിഷ്ണോർഗർവം വിനേതും ത്വയി മനുജതിയാ കുണ്ഡിതാം ചാസ്യ ബുദ്ധിം തത്വാരൂഢാം വിധാതും പരമതമ പദപ്രേക്ഷണേ നേതി മന്യേ ഭൂയോദ്വാരവത്യാം ദ്വിജതനയമൃതിം തത്പ്രലാപാനപിത്വം കോ വാ ദൈവം നിരുന്ധ്യാദിതി കില കഥയൻ വിശ്വവോടാപ്യസോടാഃ ജിഷ്ണോർഗർവം വിനേതും ത്വയി മനുജതിയാ കുണ്ഡിതാം ചാസ്യ ബുദ്ധിം തത്വാരൂഢാം വിധാതും പരമതമ പദപ്രേക്ഷണേ നേതി മന്യേ. ഭൂയോ അധ അധ അനന്തരം ഭൂയഃ വീണ്ടും ദ്വാരവത്യാം ദ്വിജതനയമൃതിം തത്പ്രലാപാനപിത്വം വിശ്വവോട അപി ദൈവം കഹ വാ നിരുന്ധ്യാദി ഇതി കഥയൻ അസോടാ കില. ഗുരുവായൂരപ്പനോട് മേൽപ്പത്തൂര് അങ്ങോട്ട് നേരിട്ട് കാര്യം പറയണം. ഗുരുവായൂരപ്പ, ദ്വാരവത്യാം ദ്വാരകാപുരിയില്, ദ്വാരവതി എന്ന് ദ്വാരകാപുരിക്ക് പേര്. ഇപ്പൊ ദ്വാരകാപുരിയില് വീണ്ടും ഭൂയഹ എന്ന് പറഞ്ഞാൽ വീണ്ടും ആവർത്തിച്ച് ദ്വിജതനയ മൃതി, ദ്വിജതനയൻ ബ്രാഹ്മണന്റെ പുത്രൻ, മൃതി മരണം. ഇപ്പൊ ബ്രാഹ്മണപുത്രന്റെ മരണത്തെ തത് പ്രലാപാൻ അപി, അയാളുടെ നിലവിളികളും അയാളുടെ പ്രലാപങ്ങൾ, അയാള് ഓരോ പുത്രന്മാർ മരിക്കുമ്പോഴും ദ്വാരകയുടെ മുമ്പിൽ വന്നുകൊണ്ട്, ഈ രാജധാനിയുടെ മുമ്പിൽ വന്നുകൊണ്ട് നിലവിളിച്ചു കരയും, മാറത്തടിച്ച് കരയും. തൻ്റെ പുത്രൻ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം വെറുതെ കരയും. പുത്രൻ മരിച്ചതിൻ്റെ ദുഃഖം പ്രകടിപ്പിച്ച് വരിയായിട്ട് മരിച്ചു, പ്രസവിക്കുക മരിക്കുക, അങ്ങനെ വർഷം തോറും പ്രസവം മരണം. ജനിക്കുമ്പോൾ തന്നെ മരിക്കുകയാണ് കുട്ടികൾ. ഓരോ കുട്ടികളും മരിക്കുമ്പോൾ ആ മൃതശരീരവുമായിട്ട് പിന്നെ ദ്വാരകയുടെ മുമ്പിൽ വന്നിട്ട് അദ്ദേഹം ചീത്ത വിളിക്കും. അവസാനം അദ്ദേഹത്തിന് ഫ്രസ്ട്രേഷൻ ആവുകയാണ്. അപ്പോൾ ഉഗ്രസേന രാജാവിനെ, കൃഷ്ണനെ, പ്രദ്യുമ്നനെ, അനിരുദ്ധനെ, എല്ലാവരെയും വന്ന് നിന്ദിച്ചുകൊണ്ട് സംസാരിക്കും അദ്ദേഹം. ബലരാമൻ, കൃഷ്ണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ഉഗ്രസേന രാജാവ്, ആ വംശപരമ്പരയൊക്കെ ചീത്ത വിളിക്കും. എന്താ വെച്ചാൽ ഒരു രാജ്യം ഭരിക്കുന്ന രാജാവ് നല്ലവനാണെങ്കിൽ, ധാർമ്മികമായി രാജ്യം ഉണ്ടെങ്കിൽ അവിടെ അത്യാഹിതങ്ങളൊന്നും സംഭവിക്കില്ല. ബാലമരണങ്ങൾ, ഇതാ ഇപ്പം നമ്മുടെ അവിടെ ബാധിച്ചിരിക്കുന്ന പോലെയുള്ള മാറാരോഗങ്ങൾ, അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ, അല്ലേ, പ്രകൃതിക്ഷോഭങ്ങൾ. അപ്പം ഇതൊക്കെ തന്നെ രാജാക്കന്മാർ മര്യാദക്കാരല്ലാതാവുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുക. പ്രകൃതി ദുരന്തങ്ങളും ബാലമരണങ്ങളും അത്യാഹിതങ്ങളൊക്കെ മേൽക്കുമേൽ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് തൻ്റെ ബ്രാഹ്മണന്റെ പുത്രൻ മരിക്കുക എന്നുള്ളത് ഒരു ദുരന്തമായിട്ട് അദ്ദേഹം എണ്ണിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്ന് ചീത്ത വിളിക്കുന്നത്. ഇവിടുത്തെ രാജാക്കന്മാർ ശരിയല്ല, ഭരണം ശരിയല്ല, നിങ്ങളൊക്കെ വലിയ കേമന്മാരാണെന്ന് പറഞ്ഞ് ഇരുന്നിട്ട് എന്താ കാര്യം? എൻ്റെ കുട്ടി പ്രസവിക്കുന്ന ഉടനെ തന്നെ മരിച്ചു പോകുന്നു, അതിനെ തടയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിക്കുമ്പോഴൊക്കെ ഭഗവാനും ബാക്കിയുള്ളവരും നിസ്സംഗതയോടുകൂടെ ഒന്നും മിണ്ടില്ല. ഭഗവാൻ മറ്റുള്ളവരോടും പറഞ്ഞു വെച്ചിട്ടുണ്ടാവും, നിങ്ങളൊന്നും പ്രതികരിക്കാൻ പോകരുത്, ഒരു ബ്രാഹ്മണനാണ്, അദ്ദേഹം പറയുന്നത് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ വിധിയാണ് അത് അനുഭവിക്കുന്നത് എന്നൊക്കെ അവരോട് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഭഗവാനും ഒന്നും പ്രതികരിക്കില്ല. അങ്ങനെ 8 കുട്ടികൾ മരിച്ചു അദ്ദേഹത്തിൻ്റെ. അതാണ് ഇവിടെ പറയുന്നത്. ഭൂയഃ വീണ്ടും ദ്വാരവത്യാം, ആ ദ്വാരകാപുരിയിൽ ദ്വിജതനയ മൃതിം, ബ്രാഹ്മണപുത്രന്റെ മരണവും, തത് പ്രലാപാനപി, അയാളുടെ പ്രലാപങ്ങൾ, നിലവിളികൾ, ജൽപ്പനങ്ങൾ, വിലാപങ്ങൾ എല്ലാം തന്നെ, ത്വം അങ്ങ് വിശ്വവോടാ അപി, അങ്ങ് വിശ്വത്തെ വഹിക്കുന്നവനാണ്.
ഈ ലോകത്തെ തന്നെ നടത്തുന്ന ആളാണ് വിശ്വവോട. വോട എന്ന് പറഞ്ഞാൽ വഹിക്കുന്നവൻ എന്നാണ് അർത്ഥം, ഭാരവാഹി. വഹ ധാതുവിന്റെ രൂപാന്തരമാണ് വോട. വിശ്വവോട, വിശ്വം വഹദീതി വിശ്വവോട. ഈ വിശ്വത്തെ മുഴുവൻ ഭരിക്കുന്ന വിശ്വംഭരനായിട്ട് പോലും അങ്ങ് അതിനൊന്നും പ്രതികരിക്കാതെ ദൈവം കഹാവാ നിരുന്ധ്യാതിഥി കഥയൻ. ദൈവം എന്ന് പറഞ്ഞാൽ വിധി. ആ വിധിയെ കഹാവാ നിരുന്ധ്യാത്, കർമ്മഫലത്തെ ആരാണ് തടയുക, ഓരോരുത്തരുടെയും വിധിയെ ആരാണ് തടയുക, ഇതി കഥയൻ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അസോഡാഹ കില, കില എന്ന പ്രശസ്തിയെ സൂചിപ്പിക്കുന്നു. അസോഡാഹ എന്ന് പറഞ്ഞാല് സഹ എന്നുള്ള ധാതു, സഹിക്കുക, അതിന്റെ രൂപാന്തരമാണ് സോഡ. സോഡ എന്ന് പറഞ്ഞാൽ സഹിച്ചു, സഹിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. അസോഡാഹ എന്ന് പറഞ്ഞാൽ അങ്ങ് സഹിച്ചൂലേ, ഇയാളുടെ നിലവിളികളെയൊക്കെ സഹിച്ചു. അയാളുടെ കുട്ടികൾ മരിക്കുന്നതിനൊന്നും അതിനൊന്നും പ്രതിവിധിയൊന്നും ചെയ്യാതെ എല്ലാം അങ്ങ് കയ്യും കെട്ടി മിണ്ടാതെ നോക്കിയിരുന്നുല്ലേ. എല്ലാം സഹിച്ചുകൊണ്ട് കർമ്മഫലം അയാൾ അനുഭവിക്കട്ടെ എന്ന മട്ടിലായിരുന്നുവോ ഗുരുവായൂരപ്പ അങ്ങ് എന്നാണ് ഇവിടെ മേൽപ്പത്തൂരിന്റെ ചോദ്യം. ഭാഗവതത്തില് ഇങ്ങനെയൊന്നുമില്ല. എന്താ ഭഗവാൻ കർമ്മഫലമാണ് എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നു എന്നൊന്നുമില്ല. ഭഗവാൻ ഒന്നും മിണ്ടിയില്ല എന്നേ ഉള്ളൂ. ഇങ്ങനെ ഇത് മേൽപ്പത്തൂരിന്റെ ഒരു പൊടിക്കൈയാണ്, അങ്ങ് കർമ്മഫലമാണെന്ന് കരുതി അല്ലേ എന്ന്. ഭഗവാന്റെ ഉദ്ദേശം വേറെയാണേ. ആ ഉദ്ദേശം വരാനിരിക്കുന്നേ ഉള്ളൂ. ഭഗവാന്റെ ലീലകളുടെ ഉദ്ദേശം ആർക്കാ അറിയാൻ പറ്റുക? അത് രഹസ്യമാണ്. അപ്പൊ ഭഗവാൻ ഒന്നും മിണ്ടാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന് മേൽപ്പത്തൂരിന്റെ ഒരു അഭിപ്രായം പറഞ്ഞു, അങ്ങനെ എല്ലാം വിധിയായിരിക്കും, ആ വിധിയെ ആരാ തടയുക എന്ന് വിചാരിച്ച് അങ്ങ് മിണ്ടാതിരുന്നു അല്ലേ എന്ന്. പിന്നെ ജിഷ്ണോർ ഗർവം വിനേതും ത്വയി മനുജതിയാ കുണ്ഡിതാം ചാസ്യ ബുദ്ധിം തത്വാരൂഢാം വിദാതും പരമതമ പദപ്രേക്ഷണേ നേതി മന്യേ. മേൽപ്പത്തൂർ പറയുന്നത് മന്യേ, ഐ തിങ്ക് എന്നർത്ഥം. ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിനും കൂടിയാണോ അങ്ങ് മിണ്ടാതിരുന്നത്? ഏതിനു കൂടി? ജിഷ്ണോഹോ ഗർവം വിനേതും, ജിഷ്ണുവിന്റെ അർജുനന്റെ ഗർവത്തെ ഇല്ലാതാക്കാനും. അർജുനന് അഹങ്കാരമുണ്ട്, താൻ എന്തിനും പോന്നവനാണ് എന്നുള്ളത്. ആ അർജുനന്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കാനും ത്വയി മനുജതിയാ കുണ്ഡിതാം ച അസ്യ ബുദ്ധിം തത്വാരൂഢാം വിദാതും. അങ്ങയുടെ നേർക്ക് ത്വയി ഗുരുവായൂരപ്പ, അങ്ങയുടെ നേർക്ക് അർജുനന്റെ ബുദ്ധി മനുജതിയ, അങ്ങൊരു സാധാരണ മനുഷ്യൻ, ഞങ്ങളെപ്പോലൊരാള്, അല്ലെങ്കിൽ ഞങ്ങളെക്കാൾ മോശക്കാരൻ എന്നൊക്കെ ഉള്ളവരായിട്ടുള്ള രീതിയിൽ അർജുനൻ ഭഗവാനെ കണക്കാക്കിയിരുന്നത്. അതാണ് മനുജതിയ, മനുഷ്യബുദ്ധി. വിശ്വരൂപം കണ്ടതൊക്കെ മറന്നു. പിന്നെയും അർജുനൻ ഭഗവാനെ തൻ്റെ ഒരു സഖാവായിട്ട് മാത്രമാണ് കാണുന്നത്. അതാണ് അങ്ങയുടെ നേർക്കുള്ള മനുഷ്യബുദ്ധി കൊണ്ട് അസ്യ കുണ്ഡിതാം ബുദ്ധിം, അവന്റെ കുണ്ഡിതമായ ബുദ്ധിയെ, കുണ്ഡിതം ഇവിടെ കളങ്കിതം, കലുഷം എന്നൊക്കെ അർത്ഥം, നേരായ ബുദ്ധിയല്ലല്ലോ. ഭഗവാനെ ഈശ്വരനായിട്ട് മനസ്സിലാക്കലാണ് ശരിയായ ബുദ്ധി. അത് മറന്നുകൊണ്ട് ഭഗവാന്റെ നേരെ മനുഷ്യബുദ്ധിയോടുകൂടിയിരിക്കുന്ന കുണ്ഡിതമായ ബുദ്ധിയെ തത്വാരൂഢാം വിദാതും, ഭഗവാന്റെ തത്വത്തെ ആരൂഢമാക്കുവാൻ, മനസ്സിലാക്കി കൊടുക്കുവാനായിട്ടല്ലേ. ഭഗവാനെ അങ്ങ് ആരാണെന്ന് ഒന്നുകൂടെ പ്രത്യക്ഷമായി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടിയല്ലേ അങ്ങയുടെ ഈ ലീല. മാത്രമല്ല അത് എങ്ങനെയാ അങ്ങ് കാണിച്ചു കൊടുക്കാൻ പോണത്? പരമതമ പദപ്രേക്ഷണേന ഇതി മന്യേ. പരമപദപ്രേക്ഷണം, പരമപദം, ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം വൈകുണ്ഠം. ആ വൈകുണ്ഠത്തെ കാണിച്ചു കൊടുത്തുകൊണ്ട്, പ്രേക്ഷണേന, പ്രേക്ഷണം പ്രകർഷേണ, ഈ ക്ഷണം കാണുക, നന്നായി കാണിച്ചു കൊടുത്തു. അപ്പോൾ വൈകുണ്ഠ ദർശനത്തിലൂടെ ആ അർജുനനെ വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് താൻ ആരെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൂടിയല്ലേ എന്ന് ഞാൻ കരുതുന്നു. മേൽപ്പത്തൂർ പറയുന്ന ഇതിൽ രണ്ടാമത് പറഞ്ഞത് ശരി. ഏതില്? ഈ ജിഷ്ണോർ ഗർവം വിനേതും എന്നും ത്വയി മനുജതിയാ കുണ്ഡിതാം ചാസ്യ ബുദ്ധിം തത്വാരൂഢാം വിദാതും പരമതമ പ്രേക്ഷണേന. ഈ അഭിപ്രായത്തോട് നമുക്ക് യോജിക്കാം. മറ്റത് മേൽപ്പത്തൂരിന്റെ അഭിപ്രായം ആദ്യം പറഞ്ഞതാണ്. എല്ലാം വിധിയല്ലേ,
വിധിയെ ആർക്കാ മാറ്റാൻ കഴിയുക എന്ന് വിചാരിച്ചുകൊണ്ട് ഭഗവാൻ മിണ്ടാതിരുന്നു എന്നത് ഒരഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് യോജിക്കണമെങ്കിൽ യോജിക്കാം, പക്ഷേ ഇവിടെ ഭാഗവതത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ ഏറ്റെടുത്തിട്ടില്ല. അത് മേൽപ്പത്തൂരിൻ്റെ അഭിപ്രായം എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ അവിടെ നിൽക്കട്ടെ, നാളെ തുടരാം. ഭൂയോദ്വാരവത്യാം ദ്വിജതനയമൃതിം തത്പ്രലാപാനപിത്വം കോ വാ ദൈവം നിരുന്ദ്യാത് ഇതി കില കഥയൻ വിശ്വവോടാപ്യസോടാഹ ജിഷ്ണോർഗർവം വിനേതും ത്വയി മനുജതിയാ കുണ്ഡിതാം ചാസ്യ ബുദ്ധിം തത്വാരൂഢാം വിദാതും പരമതമ പദപ്രേക്ഷണേനേതി മന്യേ. നാളെ തുടർന്ന് കാണാം. ഇന്നിപ്പോൾ സമർപ്പിക്കുന്നു. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. നാരായണീയം നാളെ തുടരാം. രാവിലത്തെ ക്ലാസ്സുകളും യഥാസമയം കാണാം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാരായണ.